ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2026 ഏപ്രിൽ മാസം 6-ാം തീയതി വെളിപ്പാട് പുസ്തക പഠന പരമ്പരയുടെ 86-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും കർത്താവിൻ്റെ ധന്യ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ചെന്ന രാത്രിയിൽ ദൈവജന പഠനത്തിനായി കൂടി വരുവാൻ സ്വർഗം നമ്മെ സഹായിച്ചതിനായി ദൈവത്തിന് കോടാനുകോടി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയ പഠനത്തിൻ്റെ തുടർ ഭാഗത്തേക്കാണ് നാം ചിന്തിക്കുന്നത്. ലോകാവസാനത്തെക്കുറിച്ചും ലോകാവസാനമാകുന്ന കൊയ്ത്തിനെക്കുറിച്ചും അതിൽ പഴയ നിയമങ്ങളിൽ യഹൂദന്മാരുടെ ബന്ധത്തിൽ കൊടുത്തിരിക്കുന്ന ആദ്യഫല പെരുന്നാൾ, കൊയ്ത്ത് പെരുന്നാൾ, കായ്ക്കിനി പെരുന്നാൾ എന്നിവയുള്ള ബന്ധത്തിൽ അത് അക്ഷരികമായി പൂർത്തീകരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ചും നാം ചിന്തിപ്പാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയുള്ള ബന്ധത്തിൽ നിരവധി വചനങ്ങളും വചനഭാഗങ്ങളുമുണ്ട്. കർത്താവ് ഭൂമിയിലായിരുന്നപ്പോൾ സുവിശേഷത്തിൽ ദൈവരാജ്യം സംബന്ധമായി പ്രഖ്യാപിച്ച കർത്താവിനോടുള്ള ബന്ധത്തിലുള്ള ഉപമകൾ ഒക്കെയും അത് ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള ഉപമകളാണ്. അത് ദൈവസഭയോട് ബന്ധപ്പെട്ടുള്ളതല്ല, ദൈവരാജ്യത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ദൈവരാജ്യവും ദൈവസഭയും തമ്മിലുള്ള വ്യത്യാസം എല്ലാവരും മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ദൈവരാജ്യം പ്രസംഗിച്ചിട്ട് ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടാണ് സ്വർഗാരോഹണം ചെയ്തത്. എന്നാൽ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവ് മാർമിക വിഷയങ്ങൾ അവർക്ക് പറഞ്ഞു, ഞാൻ സഭയെ പണിയും എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ സഭ സ്ഥാപിതമാകാതിരുന്നത് കൊണ്ടാണ് കർത്താവ് അനേക ദൃഷ്ടാന്തങ്ങളാൽ അവൻ ഉയർത്തെഴുന്നേറ്റെന്നും ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളെ അവരോട് അരുളി ചെയ്തിട്ട് അവൻ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതെന്നും നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവരാജ്യം അതുവരെയും സ്ഥാപിതമായിട്ടില്ല. ദൈവരാജ്യത്തിൻ്റെ കാര്യങ്ങളെയാണ് പറഞ്ഞത്. ദൈവസഭ സ്ഥാപിതമാകാത്തത് കൊണ്ടാണ് ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. എന്നാൽ പരിശുദ്ധാത്മാവ് വന്നതിന് ശേഷമാണ് സഭ സ്ഥാപിതമായത്. അതുകൊണ്ടാണ് കർത്താവ് സുവിശേഷത്തിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഭൂരിഭാഗവും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ആയിരുന്നു. അത് കർത്താവിൻ്റെ രണ്ടാമത്തെ അവരോടുള്ള ബന്ധത്തിൽ, മഹത്വ പ്രത്യക്ഷമുള്ള ബന്ധത്തിലാണ് അതിന് പ്രാധാന്യത ഉള്ളതും. എന്നാൽ ഇന്ന് പുതിയ നിയമസഭയിൽ അനേകര് ദൈവരാജ്യത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ദൈവസഭയോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളോട് ബന്ധത്തിൽ അതിനെ ദൈവസഭയോടുള്ള ബന്ധത്തിൽ, കർത്താവിൻ്റെ മണവാട്ടി സഭയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന മധ്യാകാശ പ്രത്യക്ഷയോടുള്ളൊക്കെ ബന്ധത്തിൽ അതിനെ മിസ്ഇൻറ്റർപ്രറ്റ് ചെയ്ത് പഠിപ്പിക്കുന്നു എന്നുള്ളത് മാറ്റി ചിന്തിക്കേണ്ട കാലഘട്ടമാണെന്നും കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചിരുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും അതൊക്കെ തന്നെ ആവർത്തിക്കാതെ നമ്മൾ തുടർന്നുള്ള പഠനത്തിലേക്ക് പോകുമ്പോൾ കർത്താവ് താൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ച് നാം ചിന്തിച്ചിരുന്നു. വെള്ളക്കുതിരപ്പുറത്ത് സൈന്യാധിപനായി യേശു കർത്താവിനോട് കൂടെയുള്ളവർ പ്രത്യക്ഷപ്പെടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഭൂമിയിൽ നടക്കുന്ന അതിനെക്കുറിച്ച് നമ്മൾ 7 പ്രധാന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിരുന്നു. അതിലെ പ്രാരംഭ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചത് കർത്താവ് പ്രത്യക്ഷമോ അടക്കുന്ന വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്ന കൊയ്ത്തിൻ്റെ കുറിച്ചാണ് നാം ചിന്തിച്ചത്. അപ്പോൾ അവൻ തൻ്റെ വൃതന്മാരെ ചേർക്കും എന്നുള്ളതിനെ കുറിച്ചാണ് നാം പ്രാരംഭത്തിൽ ചിന്തിച്ചത്. ലോകാവസാനമാകുന്ന കൊയ്ത്തിൽ മഹേഷപുത്രൻ തൻ്റെ വൃതന്മാരെ ചേർക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പ്രാരംഭത്തിൽ ചിന്തിച്ചത്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു, അതിനുശേഷമായിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നു, സ്വർഗത്തിൽ തുറന്ന് അവനും അവൻ്റെ സൈന്യവും ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അന്ന് നടക്കുന്ന 7 സംഭവങ്ങൾ എങ്ങനെ നടക്കുന്നു, അതിൻ്റെ വചന തെളിവുകൾ എന്തൊക്കെയാണ്, ഇപ്പോൾ വൃതന്മാരെ ചേർക്കുന്നവരുടെ ബന്ധത്തിൽ ആ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു, അതിനുശേഷമായിട്ട് എന്താണ് സംഭവിക്കുന്നത്, ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെക്കുറിച്ച് ബൈബിളിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ വേണ്ട രീതിയിൽ അതിനെ ചേർത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആധികാരികത കാര്യം മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ കർത്താവ് രണ്ടാമത് പ്രത്യക്ഷപ്പെട്ടു എന്നൊറ്റ വാക്ക് പറഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പോകേണ്ടിട്ട് വരും. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, ഹർമോദ യുദ്ധമാണ്, അങ്ങനെ പലതും പറഞ്ഞങ്ങ് പോകാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ പഠിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമുക്ക് തെളിവ് ലഭിച്ചു, കർത്താവ് സ്വർഗം തുറന്ന്
പ്രത്യക്ഷപ്പെടുന്നതിനെക്കുറിച്ചും അവനെ അനുഗമിക്കുന്ന സൈന്യത്തെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ വെളിപ്പാട് ദിവസം 19-ാം അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങൾ സാധാരണ രീതിയിൽ എല്ലാം പഠിപ്പിച്ച ശേഷം അതിൻ്റെ രത്നച്ചുരുക്കമായിട്ടാണ് പറയാറുള്ളത്. എന്നാൽ ഞാൻ അതിൻ്റെ ഇടവേളയിൽ തന്നെ ഇത് എത്രയും പറഞ്ഞ ശേഷമായിട്ട് അതിൻ്റെ ഒന്ന് സംക്ഷേപമായിട്ട് പറയുന്നത് കാര്യങ്ങൾ തുടർന്ന് പഠിക്കുവാനുള്ള കാര്യങ്ങൾക്ക് വ്യക്തതയ്ക്ക് വേണ്ടിയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ദൈവകർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ മേഘത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നടക്കുന്ന സംഭവങ്ങളിലെ പ്രഥമ സംഭവം ഭൂമിയിലെ വൃദ്ധന്മാരെ ശേഖരിക്കുന്ന കൊയ്ത്തിനെ കുറിച്ച് നമ്മൾ ഇന്നലെ അവസാനത്തെക്കുറിച്ചും അവസാനമാകുന്ന കൊയ്ത്തിനെക്കുറിച്ചും ആദ്യഫല പെരുന്നാളിനെക്കുറിച്ചും കൊയ്ത്ത് പെരുന്നാളിനെക്കുറിച്ചും കായ്ക്കിനി പെരുന്നാളിനെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചാണ് ഇത് പഠിക്കാൻ കാരണം. കൊയ്ത്തെന്ന് പറയുമ്പോൾ തന്നെ ലോകാവസാനം ഒറ്റ സംഭവമായിട്ട് കരുതാതെ ലോകാവസാനത്തിന്റെ ആരംഭം മുതൽ ലോകാവസാനത്തിന്റെ അന്ത്യം വരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ കർത്താവാണ് ഒന്നാമത്തെ കറ്റയായിട്ട് സ്വർഗാസ്വർഗത്തിൽ എത്തിയത്, ആദ്യഫല പെരുന്നാളാണ് എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു. അപ്പോൾ ഇതിൽ നിന്ന് നിരവധി സംശയങ്ങൾ ഉയരാൻ സാധ്യതകൾ ഉള്ളതുകൊണ്ടാണ് അതിൻ്റെ പഴുതുകൾ അടച്ച് നമ്മളതേക്കുറിച്ച് നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുന്നത്. അപ്പോൾ അന്ന് ദൈവം പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവും തൻ്റെ വിശുദ്ധന്മാരും ദൂതഗണങ്ങളുമായിട്ട് കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നടക്കുന്ന സംഭവങ്ങളിൽ പ്രഥമ കാര്യം നമ്മൾ വായിച്ചിരുന്നു. പിതാവാം ദൈവം നാളും നാഴികയും അതിൻ്റെ സമയം കുറിച്ച് വെച്ചിരിക്കുന്നത് മേഘത്തിലിരിക്കുന്ന പുത്രനോട് ദൂതൻ മുഖാന്തരം അരുളി ചെയ്യുമ്പോൾ അവൻ അരിവാൾ ഭൂമിയിലേക്ക് അയക്കുന്നതിനെക്കുറിച്ചും അപ്പോൾ കൊയ്ത്ത് നടക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചിരുന്നു. അതാണ് രണ്ടാമത് നടക്കുന്നത്. അപ്പോൾ ഭൂമിയുടെ 4 ദിക്കുകളിൽ നിന്നും യെരൂശലേമിൽ ദൂതന്മാർ കൂട്ടിച്ചേർക്കുന്ന വൃദ്ധന്മാരാണ് ഒലിവുമലയിൽ പാദം ചവിട്ടുന്ന കർത്താവിനെ വിശുദ്ധന്മാരെയും ആർപ്പ് വിളികളോടെ എതിരേൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ സംഭവിക്കും, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് സംഭവിക്കുമെന്നുള്ളത് അന്ന് ജീവനോടിരിക്കുന്നവർക്ക് അറിയാം. പക്ഷെ എന്നാൽ അനവധി വിഷയങ്ങൾ നടക്കുന്നത് കൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള തീരുമാനമെടുക്കാൻ കഴിയാത്ത രീതിയിൽ കൺഫ്യൂഷനായിരിക്കുന്ന ദൈവജനത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവിശ്വാസമുള്ള ഒരു കാലഘട്ടമായതുകൊണ്ട് അതുകൊണ്ട് വളരെയധികം പ്രയാസം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നതിനെ കുറിച്ച് അതുകൊണ്ട് അവിടെയാണ് ഇവിടെയാണ് എന്ന് പറയുമ്പോൾ പോകരുത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് കർത്താവിൻ്റെ രണ്ടാമത്തെ വരനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വൃദ്ധന്മാരെ ഒലിവുമലയിൽ പാദം ചവിട്ടുന്ന കർത്താവിനെ വിശുദ്ധന്മാരെ ആത്മാവോട് എതിരേൽക്കാൻ വേണ്ടി കൂട്ടിച്ചേർക്കുന്നതോടെ എൻ്റെ വചന തെളിവ് മത്തായി സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 29-30 വാക്യങ്ങളിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 31 വരെയുള്ള വാക്യങ്ങളാണ്. ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം കൊടുക്കാതെ ഇരിക്കും, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് വീഴും, ആകാശത്തിലെ ശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം ആകാശത്ത് വിളങ്ങും. അന്ന് ഭൂമിയിലെ സകല ഗോത്രങ്ങളും പ്രലാപിച്ചും കൊണ്ട് മനുഷ്യപുത്രൻ ആകാശത്തിലെ മേഘങ്ങളിൽ മേൽ മഹാശക്തിയോടും തേജസ്സോടും കൂടെ വരുന്നത് കാണും. അവൻ തൻ്റെ ദൂതന്മാരെ മഹാകാഹളധ്വനിയോടും കൂടെ അയക്കും. അവർ അവൻ്റെ വൃദ്ധന്മാരെ ആകാശത്തിൻ്റെ അറുതി മുതൽ അറുതി വരെയും 4 ദിക്കിൽ നിന്നും കൂട്ടിച്ചേർക്കും. ഇപ്പോൾ കർത്താവ് വൃദ്ധന്മാരെ ഭൂമിയുടെ അറുതിയിൽ നിന്ന് അറുതി വരെ ഉള്ളവരെ 4 ദിക്കിൽ നിന്നും യെരൂശലേമിൽ കൂട്ടിച്ചേർക്കും. കർത്താവ് പാദം ചവിട്ടുന്നത് ഒലിവുമലയിലാണ്. അത് നമുക്കറിയാം. കർത്താവ് പോയതുപോലെ വരുന്നത് ഒലിവുമലയിലായതുകൊണ്ടാണ്. കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞപ്പോൾ എവിടെയാണ് കൂട്ടിച്ചേർക്കെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പ്രവചന നിവൃത്തിയാണ് നടക്കുന്നത് സെക്രട്ടറി 14-ാം അധ്യായത്തിലാണ്. ഇപ്പോൾ തന്നെ ചോദ്യം വരും, എവിടെയാണ് കൂട്ടിച്ചേർത്തത്? ഇപ്പം കൂട്ടിച്ചേർക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ദൈവവചനം എഴുതിയിരിക്കുന്നത്. ഇന്നിടത്ത് കൂട്ടിച്ചേർത്തെന്ന് എഴുതിയിട്ടില്ല. അപ്പോൾ എവിടെയാണ് കൂട്ടിച്ചേർക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർത്താവ് വരുന്നത് യെരൂശലേമിലാണ്. അതുകൊണ്ടാണ് അവൻ പോയതുപോലെ തന്നെ ഒലിവുമലയിലേക്ക് വീണ്ടും വരും എന്നുള്ളത് കൊണ്ട് യെരൂശലേമിൻ്റെ കിഴക്ക് വശത്തുള്ള ഒലിവുമലയിലാണ് കർത്താവ് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് വൃദ്ധന്മാരെ അവിടെയാണ് കൂട്ടിച്ചേർക്കുന്നുള്ളത് വചനത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സ്ഥിരീകരിക്കുന്നു. അപ്പം അല്ലെങ്കിൽ എവിടെയോ കൂട്ടിച്ചേർക്കുന്ന ചോദിച്ചാൽ ഉത്തരമില്ലാതായി പോകും. അപ്പോൾ ഒലിവുമലയിലാണ് കർത്താവ്
പ്രത്യക്ഷപ്പെടുന്നത് ഒലിവുമലയിൽ പാദം ചവിട്ടുന്ന കർത്താവിനെ വിശുദ്ധമാരെയും ആർപ്പുകളോടെ എതിരേൽക്കുന്നത് ഈ പറയുന്ന വൃതന്മാരാണ്. അപ്പോൾ വൃതന്മാരുടെ കൂട്ടത്തിൽ 2 ഗണത്തിൽപ്പെടുന്നവരുണ്ട്. അത് നമുക്കറിയാം. ഒന്ന്, അത്തിയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഇസ്രായേൽ ആ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി, രാജാവിന് വേണ്ടി കാത്തിരിക്കുന്നവർ. അവരന്നും കാത്തിരിക്കുന്നത് രാജാവിന് വേണ്ടിയാണ്. അപ്പോൾ ദൈവരാജ്യമാണ് അവർ കാത്തിരിക്കുന്നത്. അവരോട് കാത്തിരിക്കാൻ പറഞ്ഞിരിക്കുന്ന, അവർ ആഗ്രഹിക്കുന്ന ദൈവരാജ്യമാണ്. എന്നാൽ മണവാട്ടി സഭയുടെ ശേഷിപ്പായിരിക്കുന്ന കൈവിളക്കേന്തിയ കന്യകമാരോടുള്ള ബന്ധത്തിൽ അവർ കാത്തിരിക്കുന്നത് രാജാവിനെയും മണവാളിനെയുമാണ്. യഹൂദന്മാർ കാത്തിരിക്കുന്നത് രാജാവിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ദൈവസഭയുടെ ശേഷിപ്പ് കൈവിളക്കേന്തിയ ബുദ്ധിയുള്ള കന്യകമാർ, 10 കന്യകമാരുടെ ബന്ധത്തിൽ അവർ കാത്തിരിക്കുന്നു. പക്ഷെ ബുദ്ധിയുള്ളവർക്ക് അതിൽ പ്രവേശിക്കാൻ കഴിയുന്നുള്ളൂ. അവരുടെ കാത്തിരിപ്പ് മണവാളനെ സ്വീകരിപ്പാൻ, മണവാട്ടിയെ സ്വീകരിപ്പാൻ, അതോടൊപ്പം തന്നെ രാജാവാകുന്ന കർത്താവിനെ സ്വീകരിക്കുക എന്നതാണ്. അപ്പോൾ ഈ 2 വ്രതന്മാരുടെ കൂട്ടത്തിലുള്ളവർ ഉണ്ടെന്നുള്ളതിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെ 10 കന്യകമാരുടെ ഉമയിൽ ഉള്ള വിഷയത്തോടുള്ള ബന്ധത്തിലും അത്തിയോടുള്ള ബന്ധത്തിലും നമ്മൾ ചിന്തിച്ചിരുന്നു. അപ്പം അതുകൊണ്ട് അവരാണ് വ്രതന്മാർ എന്ന് പറയുന്നത്. വ്രതന്മാർ എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രതികൂലം നിറഞ്ഞൊരു കാലഘട്ടമാണ്. അപ്പോൾ ദാനിയേൽ പ്രവചനത്തോടുള്ള ബന്ധത്തിൽ നമ്മളതിനെ മനസ്സിലാക്കിയിരുന്നു. 1260 ദിവസമാണ് എതിർക്രിസ്തുവിൻ്റെ ഭരണം. അതിനുശേഷം ഞാനത് ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ കാരണം ഈ നാളുകൾ ചുരുക്കുന്ന ദിവസം ഏതാണ്, എന്നാണ് പ്രസവ വേദന, എന്നാണ് കർത്താവ് വരുന്നത് എന്നതിനെക്കുറിച്ച് പറയാൻ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ആവർത്തിച്ച് ഇത് വീണ്ടും വീണ്ടും പറയുന്നത്. അപ്പോൾ നാളുകൾ ചുരുക്കുന്നത്, കർത്താവിൻ്റെ മധ്യാകാശവരവ് എന്നുള്ളത് നാളുകൾ അറിയത്തില്ല. അതിനുശേഷമാണ് നാളുകളോടുള്ള ബന്ധത്തിലുള്ള കാലം ആരംഭിക്കുന്നത്. അത് 3.5 വർഷം, 1260 ദിവസം സാത്താനിക മഹോത്തരവും 1260 ദിവസം 3.5 വർഷം എതിർക്രിസ്തുവിൻ്റെ ഭരണമെന്ന് പ്രത്യേക കാലം പ്രഖ്യാപിച്ചിട്ടുണ്ട് ദൈവവചനത്തിൽ. അതിനുശേഷമുള്ള കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷയുള്ള ബന്ധത്തിൽ ഒരു കാലം, അത് വളരെയധികം കഷ്ടതയുടെ കാലമാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള സകല രാജാക്കന്മാരെയും കൂട്ടിവരുത്തുന്ന, ഹർമോദ യുദ്ധത്തിന് വേണ്ടി കൂട്ടിവരുന്ന ഭൂതാത്മാക്കൾ പുറപ്പെട്ടാണ് കൂട്ടിവരുത്തുന്നത്. മെസ്സേജ് അയക്കുന്നത് ഇൻ്റർനെറ്റ് അല്ല, ഇമെയിൽ അല്ല, അന്ന് ഭൂതാത്മാക്കളാണ് കൂട്ടിവരുന്നത്. അപ്പോൾ ഭൂതാത്മാക്കളുടെ ഒരു വലിയ പ്രവർത്തനം ഉള്ളതുകൊണ്ട് എത്രമാത്രം ഭയാനകമായിരിക്കുന്ന ആത്മീയ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കും എന്നുള്ളത്, എത്രമാത്രം ഉപദ്രവം സഹിക്കേണ്ടി വരുന്നൊരു കാലഘട്ടമാണ് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഭൂതാത്മാക്കളെ കൂട്ടിവരുത്തുന്നുള്ളത് എങ്ങനെയാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് വെളിപ്പാട് 16-ാം അധ്യായം പഠിച്ചിട്ടുള്ള ഓർമ്മയുള്ളവർക്കത് മനസ്സിലാകും. പറഞ്ഞിരിക്കുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ളത്. അപ്പോൾ 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, മഹാസർപ്പത്തിൻ്റെ വായിൽ നിന്നും, മൃഗത്തിൻ്റെ വായിൽ നിന്നും, കള്ളപ്രവാചകന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതത്തിലുമുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കിലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തൻ്റെ ലജ്ജ കാണുമാർ നഗ്നനാക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ ഹർമ ഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തപ്പോൾ ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന സമയത്താണ് ഈ പറയുന്ന വലിയ കഷ്ടതയുടെ കാലം. വിശ്വാസത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ, യേശു എന്ന് പറയുക എന്ന് പറഞ്ഞാലൊക്കെ വളരെ ഭീകരതയുള്ള, വളരെയധികം പ്രയാസം നിറഞ്ഞൊരു കാലഘട്ടമാണ്. ഇന്നിപ്പോൾ ഇവിടെ ചെറിയൊരു കാര്യം വരുമ്പോൾ തന്നെ നമുക്കൊക്കെ പേടിയും ഭയവും ഒക്കെയാണ്. ഒരു ബില്ല് വരുന്നത് കേട്ടാൽ മതി, അപ്പോൾ തന്നെ മുട്ടുകാല് വരയ്ക്കാൻ തുടങ്ങും. അപ്പോൾ അന്നത്തെ സാഹചര്യം എന്ന് പറയുമ്പോഴത്തേനെ ഇതൊന്നും അല്ല പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഭൂതാത്മാക്കൾ ഇറങ്ങി പ്രവർത്തിക്കുന്ന കാലം, ദുഷ്ടദൂതന്മാരുടെ വിളയാട്ടം, സർവ്വ രാജ്യങ്ങളും ഒന്നു ചേർന്ന് യെരൂശലേമിനും ദൈവരാജ്യത്തിനും ദൈവമക്കൾക്കും എതിരായി നിൽക്കുന്ന ഒരു കാലഘട്ടം. അന്ന് പിടിച്ചു നിൽക്കാൻ വലിയ പ്രയാസമുള്ള കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിന് വേണ്ടി കൂട്ടിച്ചേർക്കാൻ വേണ്ടി ഈ ആൾക്കാരെല്ലാം തികഞ്ഞു നിൽക്കുന്ന ഒരു സമയത്തിൻ്റെ ആ വലിയൊരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം അങ്ങനെ ഒരു സമയത്ത്
സഹിഷ്ണുതയോടെ വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ടാണ് ആ കാലഘട്ടത്തെ ദൈവം ചുരുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നാളുകളെ ദൈവം ചുരുക്കുന്നത്. അപ്പോൾ ദൈവം ചുരുക്കുന്ന കാലഘട്ടം സാത്താനിക ഉപദ്രവമല്ല. ദൈവം ചുരുക്കുന്ന നാളുകൾ എതിർക്രിസ്തുവിന്റെ ഭരണമല്ല. ദൈവം ചുരുക്കുന്ന നാളുകൾ എതിർക്രിസ്തുവിന്റെ ഭരണം അസ്തമിക്കുകയും കർത്താവ് തൻ്റെ രാജ്യത്തെ ഏറ്റെടുക്കുന്നതോടുകൂടി എതിർക്രിസ്തുവിന്റെ ഭരണം അസ്തമിക്കുന്നു. അന്ന് ആണ് ഈ 1560 ദിവസം തികയപ്പെടുന്നത്. അതിന് ശേഷം കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസം വരെയുള്ള നാളുകളാണ്. അത് 1 മാസത്തിനും 2.5 മാസത്തിനും ഇടയിലാകുന്നു എന്നുള്ളത് ദാനിയേൽ പ്രവചനത്തിന്റെ അവസാന അധ്യായത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചിരുന്നു. ഈ ദിവസങ്ങളെ ചുരുക്കം 75 ദിവസത്തിനും 1 മാസത്തിനും ഇടയിൽ ഏതെങ്കിലും ഒരു ദിവസത്തിലാണ് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത്. അത് ചുരുക്കാൻ കാരണം ഭൃതന്മാരുടെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ദൈവം നാളെ ചുരുക്കി കർത്താവ് പ്രത്യക്ഷപ്പെടും എന്നുള്ളതും, അങ്ങനെ പ്രത്യക്ഷപ്പെടുമ്പോൾ കർത്താവ് തൻ്റെ കയ്യിലിരിക്കുന്ന അരിവാളയച്ച് വൃതന്മാരെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും വേർതിരിച്ച് നിർത്തുമെന്നും, അങ്ങനെ വേർതിരിയപ്പെട്ടവരാണ് ദൂതന്മാർ കാഹളമായി ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടാണ് ഒലിവുമലയുടെ അടിവാരത്തിൽ അവർ വരികയും അവിടെ കർത്താവിനെ ആർപ്പുവിളികളോടെ സ്വീകരിച്ചുകൊണ്ട് കല്യാണ സദ്യ നടത്താനുള്ള അറയിലേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൻ്റെ പിന്നാലെ അന്ന് ഒരുക്കപ്പെടുന്നവർക്കും ദൂതന്മാർ കൂട്ടിച്ചേർന്നവർക്കും മാത്രമേ അവനെ അനുഗമിക്കുവാൻ കഴിയത്തുള്ളൂ. വളരെ വലിയ പരാക്രമവും വലിയ സംഭ്രമവും നടക്കുന്ന ഒരു ദിവസമായിരിക്കും അത്. എപ്പോൾ നടക്കുമെന്നുള്ള സമയത്തെക്കുറിച്ച് പറയുമ്പോൾ ദിവസത്തെക്കുറിച്ച് നമുക്കറിയാം. ദിവസം 1 മാസത്തിനും എന്ന് പറഞ്ഞാൽ എതിർക്രിസ്തുവിന്റെ ഭരണം കഴിഞ്ഞ ശേഷമായി 1 മാസം കഴിഞ്ഞിട്ട് 75 ദിവസത്തിനിടയിലുള്ള ഏതെങ്കിലും ഒരു ദിവസമാണ് കർത്താവ് വരുന്നത്. സമയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം 13-ാം 34, 37 വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 4 സമയങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് അത് വൈകുന്നേരത്തോ രാത്രിയിലോ അർദ്ധരാത്രിക്കോ ഒക്കെ ഏത് സമയത്ത് വേണമെങ്കിലും വരാം എന്നുള്ള രീതിയിലാണ് അവിടെ മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13-ാം അധ്യായത്തിലെ 34-37 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഒരു മനുഷ്യൻ വീട് വിട്ട് പരദേശത്ത് പോകുമ്പോൾ ദാസന്മാർക്ക് അധികാരവും അവനവൻ അതൊരു വേലയും കൊടുത്തിട്ട് വാതിൽ കാവൽക്കാർ ഉണർന്നിരിപ്പിൻ കൽപ്പിച്ചതുപോലെ തന്നെ യജമാനൻ സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴിയോ നേരത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് അറിയായിക്കൊണ്ട്. അപ്പോൾ 4 യാമങ്ങൾ, ഒന്ന് സന്ധ്യായാമമായിരിക്കാം, അർദ്ധരാത്രി ആയിരിക്കാം, കോഴി കൂകുന്ന നേരമായിരിക്കാം, രാവിലെ ആയിരിക്കാം. രാത്രിയിലാണ് സംഭവിക്കുന്നത്. എന്നാൽ മത്തായി സുവിശേഷത്തില് 25-ാം അധ്യായത്തിൽ യെരുശലേമിനുള്ള ബന്ധത്തിൽ അത് സംഭവിക്കുന്നത് അർദ്ധരാത്രിയിലാകുന്നുവെന്ന് മത്തായി 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന ദിവസം എതിർക്രിസ്തുവിന്റെ ഭരണം പൂർത്തീകരിക്കപ്പെടുന്നതിന് ശേഷമായി 1 മാസം കഴിഞ്ഞിട്ട് 2.5 മാസത്തിനുള്ളിൽ ഏത് ദിവസം വേണേൽ വരാം. സമയത്തെക്കുറിച്ച് നോക്കുമ്പോൾ അത് രാത്രിയുള്ള 4 യാമത്തിൽ ഏതെങ്കിലും ഒരു യാമമായിരിക്കാം. എന്നാൽ അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അത് അർദ്ധരാത്രിയാകുന്നുവെന്ന് മത്തായി സുവിശേഷം 25-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അർദ്ധരാത്രിയിലോ ആർപ്പുവിളി ഉണ്ടായി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയെക്കുറിച്ചുള്ളതാകുന്നു എന്നുള്ളതിന് നിസ്സംശയം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നു. കാരണം അത് അതിൻ്റെ സന്ദർഭങ്ങളുള്ള ബന്ധത്തിൽ പഠിച്ചപ്പോൾ നമുക്കത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ കൊയ്യുന്നത് എങ്ങനെയാണെന്നും വൃതന്മാരെ കൂട്ടിച്ചേർക്കുന്നത് എവിടെയാണെന്നും അതിന് ശേഷമായിട്ട് എവിടേക്കാണ് പുറപ്പെടുന്നതും ആ വൃതന്മാരുടെ ഗണത്തിൽ ആരൊക്കെ ഉണ്ടെന്നുള്ളതും നമുക്കത് മനസ്സിൽ പതിയണം. കർത്താവ് വരുന്നു, ആകാശത്തിൽ മേഘങ്ങളിൽ അവൻ കിരീടധാരിയായ അവനോട് കൂടിയുള്ള സൈന്യവുമായിട്ട് വരുന്നു. അപ്പോൾ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന സമയത്ത് ദൂതൻ സമയം അറിയിക്കുന്നതനുസരിച്ച് പുത്രൻ അരിവാൾ ഭൂമിയിലേക്ക് എയ്യുന്നു, കൊയ്ത്ത് നടക്കുന്നു, ദൂതന്മാരെ കാഹളങ്ങളോടി അയക്കുന്നു. അവർ പോയി ഭൂലോകത്തിന്റെ സകല ഭാഗത്തു നിന്നും ദൈവത്തിന്റെ വചനം വേർതിരിച്ച് നിർത്തിയിരിക്കുന്നവരെ, 2-1 വേർതിരിച്ച് നിർത്തുന്നവരെ അവിടെ കൂട്ടിച്ചേർത്ത് ഒലിവുമലയിൽ വരുന്ന കർത്താവും പരിവാരങ്ങളും കൂടി അവര് വിരുന്നുശാലയാകുന്ന അറയിലേക്ക് പ്രവേശിക്കുന്നതാണ് നമ്മളിതുവരെ പഠിച്ച സംഭവങ്ങളുടെ വ്യക്തമായിട്ടുള്ള സംക്ഷിപ്ത രൂപം. അതിനുശേഷം ഈ ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായിട്ട് 2ആയിട്ട് വേർപിരിഞ്ഞത് ഒരു സമതലമായി
സമഭൂമിയായി മാറ്റപ്പെടും എന്നുള്ളതും സക്രിയാവിൻ്റെ പ്രയോജനബന്ധത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് കർത്താവ് ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ട് അവനെ സ്വീകരിക്കുന്ന വൃതന്മാരോട് കൂടെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് മണവാളനാകുന്ന രാജാവും മണവാട്ടിയും ഈ വധുഗ്രഹമാകുന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ അവരെ ആർപ്പുവിളികളോടെ സ്വീകരിക്കാൻ വേണ്ടി അന്ന് കൂടി വരുന്നവർ സാധാരണ മനുഷ്യരാണ്, വൃതന്മാരാണ്. അവർ മരിച്ചവരോ പുനരുത്ഥാനം പ്രാപിച്ചവരോ അല്ല. അന്ന് ജീവനോടിരിക്കുന്ന സഹിഷ്ണുതയോടെ വിശ്വാസത്തിന് വേണ്ടി നിന്നവരെയാണ് ദൈവം വൃതന്മാരായി കണക്കുകൂട്ടി അവരാണ് കർത്താവിനെ സ്വീകരിക്കുന്നത്. അത്തിവൃക്ഷത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ വൃതന്മാരെയും കൈവിളക്ക് എന്ന കന്യകമാരുള്ള ബന്ധത്തിൽ സുവിശേഷത്തിൻ്റെ അഥവാ സഭയുടെ വൃതന്മാരെയും സുവിശേഷ വൃതന്മാരെയുമാണ് വെളിപ്പെടുത്തുന്നത്. അപ്പോൾ ഇവര് ഇങ്ങനെ കർത്താവിനെ സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ അതിനുവേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് ഒരു വിരുന്നശാലയുണ്ട്. ആ വിരുന്നശാല അത് ഭൂമിക്ക് വെളിയിലുള്ള സ്ഥലമല്ല, യെരൂശലേമിന് സമീപമുള്ള ഒരറയിലായിരിക്കും നടത്തിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചിത്രീകരിക്കും, എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കി കൊടുക്കും, അതിന് തെളിവെന്താണ് എന്നുള്ള ചോദ്യം വരുന്നത് കൊണ്ട് അതിൻ്റെ ഉത്തരം കൂടി നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം കർത്താവിൻ്റെ പെസക നടത്താൻ വേണ്ടി നേരത്തെ കർത്താവ് സ്ഥലം വാങ്ങിച്ചു നിട്ടിട്ടില്ലായിരുന്നു. അവിടെ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങളവിടെ ചെന്നാൽ മതി, അതിനുവേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലമുണ്ട്, അവിടെ വിളിച്ചൊരുക്കി വൻമാളി കാണും, അവിടെ ചെയ്തോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിലും അണ്ടർഗ്രൗണ്ടിൽ ദൈവത്തിന് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു വിരുന്നശാലയുണ്ട്. നമുക്കറിയാം ഇസ്രായേൽ ഒരുപാട് ബങ്കറുകളൊക്കെ ഉണ്ടല്ലേ, ഒരുപാട് ബങ്കറുകളുണ്ട്, നിരവധി ബങ്കറുകളുണ്ട്. സംശയമൊന്നും വെക്കണ്ട. അതിലെ മനോഹരമായിരിക്കുന്നൊരു ബങ്കർ, ഒരു അറ ദൈവത്തിൻ്റെ വിവാഹ വിരുന്നശാലയായിട്ട് മാറ്റപ്പെടും. അപ്പം അത് നമുക്ക് കർത്താവിൻ്റെ അന്ത്യത്താഴത്തിന് വേണ്ടി പെസഹയ്ക്ക് വേണ്ടി യെരൂശലേമിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പോയാൽ മതി, അവിടെ ഒരു കൂടം വെള്ളം ചുമന്നോട്ട് ഞങ്ങൾ എതിരേൽക്കും, അവനോട് പറഞ്ഞാൽ മതി, അവൻ അതിനു വേണ്ടിയാ അവിടെ വരുന്നവിടെ കാല് കഴുകാൻ വേണ്ടിയുള്ള വെള്ളം കൊണ്ടാണ് വരുന്നത്, ആ കാല് കഴുകി പ്രവേശിച്ചാൽ മതി, ഞങ്ങളൊന്നും കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഈ പെസഹയ്ക്ക് വേണ്ടി കർത്താവിന് അന്ത്യത്താഴം ഒരുക്കാൻ വേണ്ടി ശിഷ്യന്മാർ ഓടി കിടന്നില്ല. അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും ചെയ്തു വെച്ചതുപോലെ കുഞ്ഞാടിൻ്റെ വിവാഹം നടക്കുന്നത് ഭൂമിയുടെ ഉപരിതലത്തിൽ വെച്ചല്ല നടക്കുന്നത്, അത് ഭൂമിയിൽ വെച്ച് നടക്കുന്നത് ഒരു അറയ്ക്കുള്ളിലാണ് നടക്കുന്നത്. അപ്പോൾ അറകളെക്കുറിച്ച് നമുക്കറിയാം, ഇസ്രായേലൊക്കെ ഇഷ്ടംപോലെ ബങ്കറുകളുണ്ട്, കാരണം അവരെപ്പോഴും യുദ്ധഭൂമിയിലാണ്, യുദ്ധസ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ അറകൾ എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, വിരിച്ചൊരുക്കി വൻമാളിക ഒരുക്കപ്പെട്ടതുപോലെ കുഞ്ഞാടിൻ്റെ വിരുന്ന് നടക്കാൻ വേണ്ടിയുള്ള വിരുന്നശാല ഭൂമിക്ക് ഉള്ളിലുള്ള അറയിലായിരിക്കും എന്നുള്ളതിന് യെശയ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായം 20-ാമത്തെ വാക്യം നമുക്ക് തെളിവ് നൽകുന്നു. യെശയ്യാവിൻ്റെ പ്രവചനം 26-ാം അധ്യായം 20-ാം വാക്യം അത് ഇവിടെ രേഖപ്പെടുത്തി ഇങ്ങനെയാണ്: എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളെ അവരുടെ അകത്ത് നിമിത്തം സന്ദർശിപ്പാൻ തൻ്റെ സ്ഥലത്ത് നിന്നിതാ വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും, തന്നുള്ള കഥന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല. യെശയ്യാവ് പ്രവചിച്ചപ്പോൾ എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്ക, ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ക്രോധ ദിവസത്തിൽ ക്രോധം ഭൂമിയിൽ നടക്കുമ്പോൾ ഈ കല്യാണ വിരുന്നശാലയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഇതൊന്നും അറിയാത്തവണ്ണം, അതുകൊണ്ടാണ് അവരെ വിരുന്നശാലയിലേക്ക് പ്രവേശിപ്പിച്ചത് അറകളിലാണെന്ന് പഠിപ്പിച്ചത്. അപ്പോൾ മറ്റാർക്കും അവിടെ പ്രവേശിക്കാൻ കഴിയത്തില്ല, വിരുന്നശാലയുടെ അറയിൽ ഒരു വാതിൽ മാത്രമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ജനലും വാതിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം വന്ന ആൾക്കാർ നിൽക്കും. അങ്ങനെയൊന്നും ദൈവം സമ്മതിച്ചിട്ടില്ല. ഇതെല്ലാം നേരത്തെ തന്നെ സ്വർഗം പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. യെശയ്യാവിനോട് പറഞ്ഞു, നീ പ്രവചിച്ചോളാൻ പറഞ്ഞു, എൻ്റെ ജനമേ വന്ന് നിന്റെ അറകളിൽ കടന്ന വാതിൽ അടയ്ക്കുക. അപ്പം അന്ന് അങ്ങനെ ഒരു പ്രവചനമാണ് കൊടുത്തെങ്കിൽ, ഇത് യേശു കർത്താവ് മത്തായി സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, ഒരുങ്ങിയിരിക്കുന്നവർ വന്നു, മണവാളൻ വന്ന് ഒരുങ്ങിയെന്ന് കല്യാണത്തോടുകൂടി കല്യാണം ചെയ്തെന്ന് വാതിലടയ്ക്കുകയും ചെയ്തു. അതിനുശേഷം അപ്പോൾ വാതിലടച്ചെന്ന് പറഞ്ഞാൽ കയറുമ്പോൾ തന്നെ വാതിലടയ്ക്കുകയല്ല ചെയ്യുന്നത്, അതിനുള്ള
ചില സമയം കൂടിയുണ്ട്. അതെന്താണെന്ന് കൂടി പറഞ്ഞിട്ട് ഞാൻ അത് അതിലടയ്ക്കുന്ന എപ്പോഴാണെന്ന് പറയാം. അപ്പോൾ എവിടെയാണ് നടക്കുന്നത്? വിരുന്നുശാല എവിടെ നടക്കുന്നത്? നമ്മുടെ കല്യാണത്തിന് ക്ഷണിച്ചു കഴിഞ്ഞാൽ കല്യാണ സദ്യ കൊണ്ട് ഓട്ടോ നിങ്ങളൊന്ന് പങ്കെടുക്കണമെന്ന് ആരെങ്കിലും വരുമോ? അതിനുള്ള സ്ഥലം പറയണം, സമയം പറയണം, അതെല്ലാം അറിയിച്ചെങ്കിലേ വരികയുള്ളൂ. അപ്പോൾ ഇവിടെ കുഞ്ഞാടിൻ്റെ കല്യാണത്തിൻ്റെ സദ്യയ്ക്ക് വേണ്ടിയുള്ള ക്ഷണം ഉണ്ടായിരുന്നു. അത് എല്ലാവർക്കും ഉള്ളതാണ്, എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. പക്ഷേ ഈ ക്ഷണം സ്വീകരിച്ചവർ വളരെ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അവരെയാണ് ഇവിടെ വൃതന്മാരായിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അപ്പോൾ അവരാണ് കർത്താവിനോട് കൂടെ ഒരുങ്ങിയിരിക്കുന്നവരാണ് ചെന്നത്. വാതിലടയ്ക്കുന്ന കർത്താവാണ്. എൻ്റെ ജനമേ വന്ന് ദിവസാനുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രവചനമാണ്. നിന്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കുക, ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ഈ പ്രവചനം 3 കാര്യങ്ങളുടെ പ്രവചനമാണ് ഇവിടെ 26-ാം അധ്യായം 20-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ ഇതിലെ വാക്യങ്ങളും ഒക്കെ പഴയ പ്രവാചകന്മാർ പ്രവചിക്കുമ്പോൾ അതങ്ങനെ തന്നെ നമ്മളെടുത്ത് നോക്കി വായിച്ചാൽ അത് മനസ്സിലാകത്തില്ല. പക്ഷെ അതിൻ്റെ സന്ദർഭങ്ങളെ വെച്ച് പഠിക്കുമ്പോൾ അവർ പ്രവചിച്ചിരിക്കുന്നത് വലിയൊരു കാര്യത്തെ അവർ 2-3 സന്ദർഭങ്ങളെ വിഷയങ്ങളെയാണ് ഒരൊറ്റ വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത്. ഇതിനകത്ത് 3 പ്രവചന ഭാഗങ്ങൾ 3 സന്ദർഭങ്ങളോടുള്ള ബന്ധത്തെ രേഖപ്പെടുന്നതിൽ ഒന്ന് അറകളിൽ കടന്ന് വാതിലടയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ ഭൂമി താൻ കുടിച്ച് രക്തമൊക്കെയും വെളിപ്പെടുത്തും. 3 തന്നിലുള്ള കഥന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല. ഈ 3 പ്രവചനങ്ങളിൽ നമ്മൾ തിരിച്ചു പഠിക്കുമ്പോൾ, അതിൻ്റെ പുറകോട്ട് നിന്ന് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതിൻ്റെ നടക്കുന്ന സീക്വൻസ്, അതിൻ്റെ സംഭവം ഇങ്ങനെയാണ്. അത് പുറകിൽ നിന്ന് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് തന്നിലുള്ള കഥന്മാരെ ഇനി മൂടിക്കുകയില്ല, ഭൂമി താൻ കുടിച്ച് രക്തമൊക്കെ വെളിപ്പെടുത്തും. ഭൂമി താൻ കുടിച്ച് രക്തമൊക്കെയും വെളിപ്പെടുത്തുമെന്നത് പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ, മർമ്മം മകരിയ മാവിലുള്ള ബന്ധത്തിലാണ് നാം പഠിച്ചത്. വെളിപ്പുറസം 18-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പ്രവാചകന്മാരുടെയും വിശുദ്ധന്മാരുടെയും മുമ്പിൽ വെച്ച് കുന്നുകളഞ്ഞ എല്ലാവരുടെയും രക്തം അവിടെയല്ലോ കണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനും ഓടിച്ച പ്രതികാര ദിവസമുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് തന്നിലുള്ള കഥന്മാരെ ഇനി മൂടി വയ്ക്കുകയും ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്, അന്ന് രക്തസാക്ഷിത്വം, വിധക്രിസ്തു സമയത്ത് രക്തസാക്ഷിത്വം വരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ രക്തസാക്ഷിത്വം വഹിച്ചോട് പുനരുത്ഥാനം അത് ഭൂമിക്കുള്ളിൽ നിന്ന് ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പ്രവചിച്ചിരിക്കുന്നത്. അതാണ് ഇനി മൂടി വയ്ക്കുകയില്ല, ഹതന്മാരെ ഇനി മൂടി വയ്ക്കുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. 144,000 പേരും സഭയുടെ ശേഷിപ്പിൽ നിന്നുള്ള ചന്ദ്രദേശമായി വഴിഞ്ഞുകൂടാത്ത വലിയ പുരുഷാരത്തെയും എതിർക്രിസ്തുവിന് 3 വർഷത്തെ ഭരണത്തിൽ രക്തസാക്ഷിത്വം വഹിക്കുന്ന അവരെയാണ് ഹതന്മാരായിട്ട് മൂടി വെച്ചിരിക്കുന്നത്. അവർ പുനരുത്ഥാനം പ്രാപിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതിൻ്റെ 3-ാമത്തെ പ്രവചനം പറഞ്ഞിരിക്കുന്നതാണ് വന്ന് നിന്റെ അറകളിൽ കടന്ന് വാതിൽ അടയ്ക്കുക എന്നുള്ളത്. അത് സംഭവിക്കുന്നതാണ്. ഈ കർത്താവിനെ സ്വീകരിക്കുന്ന വൃതന്മാരോട് കൂടി ഒരുമിച്ച് വരുമ്പോൾ കർത്താവിന് വിരുന്നുശാലയ്ക്ക് കല്യാണ വിരുന്നിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന അറയ്ക്കുള്ളിലേക്ക് കർത്താവും മണവാട്ടിയും പരിവാരങ്ങളും അന്ന് അവിടെ കൂടി വരുന്ന വൃതന്മാരെല്ലാവരും കൂടി പ്രവേശിക്കുന്ന വലിയ വിശാലമായ ഒരു ബാങ്കറ്റ് ഹാൾ അവിടെ ഒരുക്കപ്പെട്ടിട്ടുണ്ട് യെരൂശലേമിൽ. അത് ഏതാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷേ നിരവധി ബങ്കറുകൾ ഉള്ളതില്ലാത്ത ഒരു അറ കർത്താവിൻ്റെ വിരുന്നുശാലയ്ക്കുള്ളതാ. ഇന്ന് നമ്മൾ യെരൂശലേമിൽ പോയിട്ടില്ലെങ്കിലും ഈ പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചു വെച്ചുകൊള്ളുക. ഒരു ദിവസം അവനോട് കൂടെ നമ്മളും അവൻ്റെ മണവാട്ടിയായി യെരൂശലേമിലെ കല്യാണ വിരുന്നുശാലയിൽ മണവാട്ടിയായി മണവാളിനോട് പ്രവേശിക്കാനുള്ള മഹത്ഭാഗ്യം ലഭിച്ചവരാണ് നാം എന്നുള്ളത് ഇന്ന് രാത്രിയിൽ ചിന്തിക്കുന്നതായിരിക്കും. ഇതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മുടെ മനസ്സിൽ അതെല്ലാം നമ്മൾ ഒരു ചിത്രത്തിൽ വരുന്നത് പോലെ ഇതിനെ മനസ്സിലാക്കിയെടുത്തെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വളരെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതെല്ലാം നമ്മൾ എത്ര പഠിച്ചാലും മനസ്സിലാകത്തില്ല. ഇത് സംഭവിക്കുന്നതാണ്, ഇങ്ങനെയാണെന്നുള്ളത് നമ്മുടെ മനസ്സിലേക്ക് അതിനെ ഒരു ചിത്രം പോലെ നമുക്കത് കൊണ്ടുവരാൻ കഴിയുമെങ്കിലാണ് മനസ്സിലേക്ക് എടുക്കാൻ സാധിക്കും. ഇപ്പം ക്രോധം കടന്നു പോകുമ്പോഴും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് പറയുന്നത് അത് ഹർമുദ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ക്രോധ ദിവസത്തിൽ അവൻ ഇരുമ്പുകൾ കൊണ്ട് രാജാക്കന്മാരെ ഉടച്ചു കളയുന്നതും അവൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം കൊണ്ട് കൊന്നുകളയുന്നതിനെ കുറിച്ചുമൊക്കെയുള്ള കാര്യമാണ്. അത് 2-ാമത്തെ സംഭവത്തിൽ നടക്കുന്ന കാര്യമാണ്. ഹർമുദ യുദ്ധത്തിൽ മൃഗത്തെയും കള്ളപ്രവാചനെ പിടിച്ചെട്ടി ഗന്ധം കത്തുന്ന തീപ്പൊലിക്ക് ജീവനോട് തള്ളിക്കളയുന്ന 2-ാമത്തെ കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ
ഈ ഇത് നമ്മൾ മനസ്സിലാക്കി കർത്താവ് അവരെ അങ്ങനെ അവിടേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. എന്നാൽ അവിടെ പ്രവേശിച്ച ശേഷമായിട്ട് എന്താണ് അവിടെ നടക്കുന്ന കാര്യം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, അവിടെ പ്രവേശിച്ചു ഉടൻ തന്നെ ഹർമ്മോദയത്തിൽ നടക്കുകയല്ല. പിന്നീട് സംഭവിക്കുന്നത്, ഈ വിരുന്നുശാലയിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ, വിരുന്നുശാല വലിയൊരു വിരുന്നുശാലയാണ്. പക്ഷേ അവിടെ എത്തിച്ചേരുന്നവർക്ക് അവിടെ പിന്നെയും ധാരാളമായ സ്ഥലം ശേഷിച്ചിരിക്കുന്നുണ്ട്. അവിടെ പിന്നെയും എല്ലാവരും ഒരുക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് ഈ കല്യാണ സദ്യക്ക് നടക്കേണ്ട കല്യാണ സദ്യയുടെ ഭാഗം അത് മുഴുവനും അതിൻ്റെ പകുതി ഭാഗം പോലുമേ നിറഞ്ഞിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നിറയ്ക്കാൻ വേണ്ടി ദൈവം തൻ്റെ ദൂതന്മാരെ പറഞ്ഞയക്കുന്നതാണ്. അങ്ങനെയാണ് സ്നേഹിത പദവിയിലുള്ളവർ കൂടി കല്യാണത്തിലേക്ക് എത്തിച്ചേരുന്നത്. അപ്പോൾ ആദ്യം ചേർക്കപ്പെടുന്നത് ദൂതന്മാർ, കൂട്ടിച്ചേർക്കുന്നത് വ്രതന്മാരെയാണ്. എന്നാൽ കല്യാണ സദ്യയുടെ ആൾക്കാരുടെ എണ്ണം കുറവായതുകൊണ്ട് വിരുന്നുശാല നിറയേണ്ടതിന് വേണ്ടി കണ്ടവരെ കൂട്ടിക്കൊണ്ടുവന്ന് നിറയ്ക്കാൻ വേണ്ടി ദൈവം അയക്കുന്നു. അവരുടെ പദവി വ്രതന്മാരുടെ പദവിയല്ല, അവരുടെ പദവി സ്നേഹിത പദവിയിലുള്ളവരാണ്. അപ്പോൾ കർത്താവ് മഹത്വത്തിൽ പ്രത്യക്ഷപ്പെട്ടു, അവിടെ യെരൂശലേമിൽ ഒലിവുമലയിൽ പ്രത്യക്ഷപ്പെട്ടു, പരിവാരങ്ങളുമായിട്ട് വിരുന്നുശാലയിലേക്ക്, ബങ്കറിലേക്ക്, ആ വിരുന്നുശാല ബാങ്കറ്റ് ഹാളിലേക്ക് പ്രവേശിച്ചു. വിരുന്നുശാല നിറയാത്തത് കൊണ്ട് ആ കർത്താവ് വിരുന്നുശാല നിറയാൻ വേണ്ടി ദൂതന്മാരെ പറഞ്ഞയക്കുന്നു. അതേക്കുറിച്ചുള്ള ഉപമ പ്രസ്താവിച്ചിരിക്കുന്നത് മത്തായി സുവിശേഷം 22-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിലും, ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 15 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സ്നേഹിത പദവിയിലുള്ളവർ കൂടി അവിടേക്ക് പ്രവേശിക്കപ്പെടുന്നു. അതിന് തെളിവ് നമ്മൾ ഈ പറഞ്ഞ ഭാഗമാണത്. മുഴുവൻ ഞാൻ വായിക്കുന്നില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വായിക്കാം. ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല. ആകയാൽ വഴിത്തലയ്ക്കൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തെ വിളിപ്പീനെന്ന് പറഞ്ഞു. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഈ കണ്ടവരെയെല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണശാല നിറച്ചല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ വൃതന്മാർക്ക് എന്താ പ്രയോജനം അല്ലേ? നമ്മൾ വിചാരിക്കും, അത്രയും കഷ്ടതയൊക്കെ സഹിച്ച് കഥാന് വേണ്ടി നിന്ന് വൃതന്മാരെ കൂടാതെ ഒരുക്കമില്ലാതെ വഴിത്തലയ്ക്ക് നിന്നവരെല്ലാം വിളിച്ചകത്ത് കയറ്റി. പക്ഷേ എല്ലാവരും ഒന്നും കല്യാണ സദ്യ ആസ്വദിക്കുകയില്ല കേട്ടോ. അതിൻ്റെ തുടർന്ന ഭാഗം വായിക്കുമ്പോൾ ലൂക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 23 മുതൽ 24 വാക്യങ്ങൾ വായിക്കാം. അതിൻ്റെ മുമ്പുള്ള ഭാഗം ഞാൻ വായിക്കുന്നില്ല. ദാസൻ മടങ്ങി വന്ന് യജമാനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടയവൻ കോപിച്ചു. ദാസനോട്, നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തിരക്കളിലും ചെന്ന് ദരിദ്രന്മാർ, അംഗഹീനന്മാർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കൽക്കരികയിൽ പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കുക. ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എൻ്റെ അത്താഴം ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോൾ കർത്താവ് ഇവിടെ ഈ കല്യാണ വിരുന്നുശാല നിറയ്ക്കാൻ വേണ്ടി അവിടെയുള്ള അടുത്തുള്ള ഇടത്തറകൾ എല്ലാ സ്ഥലങ്ങളിലേക്ക് ദൂതന്മാരെ അയച്ചിട്ട് കണ്ടവരെല്ലാം നിർബന്ധിച്ചുകൊണ്ട് ഇതിനകത്ത് കയറ്റി കല്യാണ വിരുന്നുശാല നിറച്ചപ്പോൾ കല്യാണ വിരുന്നുശാല നിറഞ്ഞ ശേഷമായിട്ട് അവൻ വാതിലുകളെ അടച്ചു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കല്യാണ വിരുന്നുശാല നിറഞ്ഞതിന് ശേഷമാണ് കർത്താവ് വിരുന്നുശാല അടയ്ക്കുന്നത്. അപ്പോൾ കർത്താവ് വിരുന്നുശാല അടയ്ക്കുന്നത് വിരുന്ന ആൾക്കാരെ കൊണ്ട് നിറഞ്ഞതിന് ശേഷം പിന്നീട് അവിടേക്ക് ആൾക്കാരെ പ്രവേശിക്കപ്പെടാത്തത് കൊണ്ടാണ് കല്യാണശാല വിരുന്നുശാല 25-ാം അധ്യായത്തിലെ മത്തായി 25-ാം അധ്യായം കല്യാണശാല അടച്ചെന്ന് പറഞ്ഞു. വിരുന്നുശാല അടച്ചു. വിരുന്നുശാല അടയ്ക്കുന്നതിന് മുമ്പായി നമ്മൾ ഈ ബാക്കിയുള്ള 2 ഉപമകൾ ഈ ഭാഗം കൂടി പഠിച്ചെങ്കിലേ എപ്പോഴാണ് അടയ്ക്കുന്നതെന്ന് മനസ്സിലാക്കിയുള്ളൂ. ക്രോധം കഴിയുവോളം അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക എന്ന് പറഞ്ഞവരെ അവിടെ ഈ ബങ്കറിൽ കയറ്റി ആ ബാങ്കറ്റ് ഹാളിലാക്കിയിട്ട് ശേഷമായി നിറയാതിരിക്കുന്നതുകൊണ്ട് ഈ പറയുന്ന കണ്ടവരെല്ലാം കൂട്ടിക്കൊണ്ടുവന്നു.
വിരുന്നുശാല നിറഞ്ഞു കഴിയുമ്പോൾ യജമാനൻ എഴുന്നേറ്റ് കല്യാണത്തിൻ്റെ വിരുന്നുശാലയുടെ കഥകൾ അടയ്ക്കും. പിന്നീട് ആർക്കും അത് തുറക്കപ്പെടുകയില്ല എന്നുള്ളതും ഇവിടെ വ്യക്തമാണ്. ഈ കല്യാണ വിരുന്നുശാലയുടെ വാതിൽ അടയ്ക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത് സുവിശേഷത്തിൻ്റെ വാതിൽ അടയപ്പെടുന്നെന്നാണ്. ആരാണോ സുവിശേഷത്തിൻ്റെ വാതിൽ തുറന്നത് അവൻ തന്നെയാണ് സുവിശേഷത്തിൻ്റെ വാതിലിനെ അടയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രകാരം വാതിലിനെ അടച്ചു കഴിഞ്ഞാൽ കർത്താവ് പിന്നീട് ചെയ്യുന്നത് ക്ഷണിക്കപ്പെടുന്ന വിരുദ്ധശാല നിറയാതിരിക്കുന്നു. അതുകൊണ്ട് ദൂതന്മാരെ അയച്ച് സ്നേഹിത പദവിയുള്ള കണ്ടവരായ നല്ലവരെയും ദുഷ്ടന്മാരെയും കൂട്ടി വരുത്തി വിരുന്നുശാല നിറയ്ക്കുകയും വിരുന്നുശാലയുടെ വാതിൽ കർത്താവ് അടയ്ക്കുകയും ചെയ്യുന്നു. കർത്താവാണ് വാതിൽ അടയ്ക്കുന്നത്. വിരുന്നുശാലയിൽ കല്യാണ ഒരുക്കങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ കർത്താവും അവനോടുകൂടെ വരുന്നവരും ഹർമോദോൻ യുദ്ധത്തിനായി അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്നു. അപ്പോൾ കല്യാണ വിരുദ്ധശാലയിൽ ഒരുക്കങ്ങൾ നടക്കുമ്പോൾ കല്യാണ വിരുദ്ധശാലയിൽ നിറഞ്ഞു കഴിഞ്ഞ് വാതിലടച്ചു കഴിഞ്ഞാൽ അടയ്ക്കപ്പെട്ട വാതിലിൻ്റെ അകത്തു നിന്ന് അഥവാ കല്യാണശാലയിൽ നിന്ന് കർത്താവും അവനോടുകൂടെ വന്ന് വിളിക്കപ്പെട്ടവരും വിശുദ്ധന്മാരുമായി ഇവിടുന്ന് കല്യാണ വിരുദ്ധശാലയിൽ നിന്ന് അവർ അപ്രത്യക്ഷമാകും. അപ്പോൾ ഈ ക്രോധം കഴിയുവോളം അല്പനേരത്തേക്ക് ഇങ്ങനെ ചേർക്കപ്പെടുന്ന വൃതന്മാരും സ്നേഹിത പദവിയിൽ എത്തപ്പെട്ടവരും ആണ് ബാങ്കറ്റ് ഹാളിൽ ഉണ്ടാകുന്നത്. അവിടെ കല്യാണത്തിൻ്റെ വിരുന്നിനുള്ള ഒരുക്കങ്ങൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് അവനോട് കൂടെ വന്ന സൈന്യവും അവിടുന്ന് അപ്രത്യക്ഷം ആകുന്നു എന്നുള്ളതാണ് ദൈവനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോൾ അതിനൊരു തെളിവെന്താണ്? അങ്ങനെ ദൈവം അവിടുന്ന് അപ്രത്യക്ഷമായി ഹർമ്മയുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളതിന് വചനം വേണമല്ലോ, അപ്പം അല്ലെങ്കിൽ അംഗീകരിക്കത്തില്ല. അപ്പം അതുകൊണ്ട് അതിനുള്ള വചനം കൂടി നമ്മുടെ അടുത്ത് പഠിക്കാം. എങ്കിലേ നമുക്കതിന് ഉറപ്പ് കിട്ടിയുള്ളല്ലോ. ഇത്രയും പഠിച്ചതിനകത്ത് വചന തെളിവ് എല്ലാവർക്കും കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് കഥ അപ്രത്യക്ഷമാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള വചനവും വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 31-ാം അധ്യായം 4-5 വാക്യങ്ങളിലാണ്. സിംഹമോ ബാലസിംഹമോ ഇര കണ്ട് മുരളുമ്പോൾ ഇടയക്കൂട്ടത്തെ അതിൻ്റെ നേരെ വിളിച്ചു കൂട്ടിയാലും അത് അവരുടെ കൂക്കുവിളി കൊണ്ട് പേടിക്കാതെയും അവിടെ ആരവം കൊണ്ട് ചുളുങ്ങാതെയും ഇരിക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. യെശയ്യാവിന്റെ പ്രവചനം 31-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇവിടെ കർത്താവ് ഇറങ്ങി വരുമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ വരുന്നത് ഹർമൂദ യുദ്ധത്തിന് വേണ്ടിയാണ് എന്നുള്ളതറിയാം. കർത്താവ് സ്വർഗാസ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങി വരികയാണോ ചെയ്യുന്നത്? അല്ല. അതുകൊണ്ടാണ് ഒലിവ് മലയിലേക്ക് അവൻ പ്രത്യക്ഷപ്പെടുന്നു. അവിടുന്ന് അവനും പരിവാരങ്ങളും കൂടി ഈ കല്യാണ വിരുന്നുശാലയെ പ്രവേശിക്കുന്നു. കല്യാണ വിരുന്നുശാല നിറയാത്തത് കൊണ്ട് ദൂതന്മാരെ അയച്ച് കണ്ടവരായിട്ടുള്ള എല്ലാവരും സ്നേഹിത പദവിയിൽ അവിടെ കൂട്ടിവരുത്തുന്നു. അതിൻ്റെ വാതിലുകൾ അടയ്ക്കുന്നു. അങ്ങനെ അതിൽ പ്രവേശിക്കപ്പെടാനുള്ളവർ അവിടെ ക്രോധം കഴിയുവോളം ഒളിച്ചിരിക്കുമ്പോൾ അവിടെ നിന്ന് കർത്താവും സ്വർഗാസ്വർഗത്തിൽ വന്ന വിശുദ്ധ സൈന്യവും ഈ യുദ്ധത്തിനായിട്ട് ഹർമൂദ യുദ്ധത്തിന് വേണ്ടി ഈ അറയ്ക്കുള്ളിൽ നിന്ന് അവർ പ്രത്യക്ഷപ്പെടുന്നത്, ഇറങ്ങിച്ചെല്ലുന്നത് സിയോൻ പർവ്വതത്തിലും അതിൻ്റെ ഗിരിയിലുമാണ്. ഇതാണ് ഇതിൻ്റെ റൂട്ട്. അങ്ങനെ ഈ യെശയ്യാവ് പ്രവചിച്ചിരിക്കുന്ന പ്രവചനം കൂടി ഇതിനോട് കൂട്ടി ഒരുമിച്ച് പഠിച്ചെങ്കിലേ നമ്മൾ പഠിച്ചിരിക്കുന്ന ഈ കാര്യത്തിൻ്റെ വ്യക്തത ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ അതിന് തെറ്റാൻ പാടില്ല. കർത്താവ് പോയതുപോലെ തന്നെ മടങ്ങി വരുന്നത് സിയോൻ പർവ്വതത്തിലല്ല, അതിൻ്റെ ഗിരിയിലല്ല, യെരൂശലേമിലും അതിൻ്റെ ഗിരിയിലും അല്ല ഇറങ്ങി വരുന്നത്. കർത്താവ് ഇറങ്ങി ഒലിവ് മലയിലാണ്. ഒലിവ് മല കിഴക്ക് പടിഞ്ഞാറായിട്ട് രണ്ടായിട്ട് അത് സമഭൂമിയായിട്ട് മാറ്റപ്പെടും. അപ്പോൾ ഈ സംഭവം നടന്ന ശേഷമാണ് അതായത് കർത്താവും അവനോട് കൂടെ വരുന്നവരും സൈന്യങ്ങളുടെയൊക്കെ സിയോൻ പർവ്വതത്തിൽ അവൻ്റെ ഗിരിയിലും യുദ്ധം ചെയ്യുവാൻ ഇറങ്ങി വരും. ഹർമോദ യുദ്ധത്തിന് വേണ്ടി ഈ അറയ്ക്കുള്ളിൽ നിന്നാണ് അവർ പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി അവിടെ വരുന്നത്.
പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളും, നശിപ്പിക്കാതെ അതിനെ പരിപാലിക്കും. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വ്യക്തത ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ പിന്നീടുണ്ടാകും. ഈ വചനം വായിച്ചിട്ട് കർത്താവ് ഹർമ്മോൻ യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ സിയോൻ പർവ്വതത്തിൽ എൻ്റെ ഗിരിയിലുമായി ഇറങ്ങി വരുന്നെങ്കിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒലുമല വരുമെന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് സംശയം തോന്നും. അപ്പോൾ അത് തെറ്റിപ്പോകത്തില്ലേ? വ്രതന്മാരെ അവിടെ കൂട്ടിച്ചേർക്കുന്നത് തെറ്റിപ്പോകത്തില്ലേ? അപ്പോൾ ഇറങ്ങി രണ്ടാമത് വരുമ്പോൾ തന്നെ ഹർമ്മോൻ യുദ്ധമാണ് നടക്കുന്നത്? അല്ല. അപ്പം അതിൻ്റെ മനസ്സിലാക്കി എടുക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെ പഠിക്കുന്നത്, അതിനെ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് തക്കതായ വചനങ്ങളെ നമ്മൾ കോർത്തിണക്കിയാണ് ഇതിന് റൂട്ട് കണ്ടെത്തുന്നത്. ഇത് മനസ്സിലാക്കാൻ്റെവർക്ക് മനസ്സിലാകാൻ വേണ്ടി ചെതറിച്ചിട്ടിരിക്കുമ്പോൾ നമ്മളതിനെ ഏകോപിപ്പിച്ച് അതിനുള്ള ബന്ധത്തിൽ അതിനെ ശേഖരിച്ചെടുത്താണ് ഇങ്ങനെയുള്ള ഈ ക്ലാസ്സുകൾ പഠിപ്പിക്കുന്നത്. അപ്പം അതിനൊരു വ്യക്തത ഉണ്ടായിരിക്കണം, വചന തെളിവുണ്ടായിരിക്കണം, അതിനൊരു സീക്വൻസ് ഉണ്ടായിരിക്കണം. നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒന്നിനു പുറകെ ഒന്നായിട്ടാണ് നടക്കുന്നുള്ളതിൻ്റെ വ്യക്തത കൂടി വേണം. പക്ഷെ അത് പ്രവചനങ്ങൾ പലയിടത്തായി ചെതറിക്കിടക്കുന്നു. അതിനെ നമ്മളെടുത്ത് അതിനെ വേണ്ട രീതിയിൽ അതിനെ ഒന്നിനോടൊന്ന് ബന്ധപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ അത് കൃത്യതയോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ യഹൂദയുടെ സിംഹമായവന് എതിരെയാണ് കൂകി വിളിക്കുന്ന ഇടയക്കൂട്ടത്തെ പൈശാചിക ത്രിമൂർത്തികൾ വിളിച്ചു കൂട്ടിയിരിക്കുന്നത്. അവരുടെ ആരവം വലുതായി മുഴങ്ങിയാലും നിർഭയനായി അവരെ നേരിടുവാൻ ശക്തനായവനാണ് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. കർത്താവ് സ്വർഗാസ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഒലിവുമലയിലാണ്. എന്നാൽ കർത്താവ് ഹർമ്മോൻ യുദ്ധത്തിനായിട്ട് നിൽക്കുന്നത് അത് എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതത്തിലാണ്. രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ മനസ്സിലായല്ലോ. കർത്താവ് രണ്ടാമത് ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്, അവൻ്റെ പാദം ചവിട്ടുന്നത് ഒലിവുമലയിലാണ്. എന്നാൽ കർത്താവ് വിരുന്നശാലയിൽ പ്രവേശിപ്പിച്ച ശേഷമായി അതിൻ്റെ വാതിലടച്ചിട്ട് അവിടുന്ന് ആ സൈന്യവുമായി പ്രത്യക്ഷപ്പെട്ട് അവർ ഇറങ്ങി വരുന്നത് എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതത്തിലാണ്. മുഖത്ത് പ്രത്യക്ഷയിൽ അവൻ്റെ പാദം ചവിട്ടുന്ന ഒലിവുമല അപ്രത്യക്ഷമായ ശേഷം കർത്താവിൻ്റെ സൈന്യവും വിരുന്നശാല എന്ന തേജസ്സിൽ സകലജാതികളും കാണുക ഹർമോൻ എന്ന ഉത്തരഗിരിയാകുന്ന സിയോൻ പർവ്വതത്തിലാണ് യുദ്ധത്തിനായി ഇറങ്ങുന്നത്. അപ്പോൾ ഈ സിയോൻ പർവ്വത ഉത്തരഗിരിയായ സിയോൻ പർവ്വതത്തിലാകുന്നു ഇറങ്ങുന്നത്. ഒരു പക്ഷി ചുറ്റിപ്പറന്ന് പരിപാലിക്കുന്ന പോലെ അവൻ യെരൂശലേമിനെ പരിപാലിക്കുകയും ചെയ്യും. യേശുവോട് യുദ്ധം ചെയ്യുവാൻ കൂടി വരുന്ന സകല ജാതികളെയും കർത്താവ് നശിപ്പിക്കുന്നതാണ് ഹർമ്മോൻ യുദ്ധത്തിൽ തുടർന്ന് സംഭവിക്കുക. ഇപ്പോൾ തുടർന്ന് നടക്കേണ്ട സംഭവം, കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നടക്കേണ്ട രണ്ടാമത്തെ സംഭവം അത് ഹർമ്മോൻ യുദ്ധമാണ്. അപ്പോൾ നമ്മൾ ഈ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് നടക്കുന്ന ഒന്നാമത്തെ സംഭവത്തെക്കുറിച്ച് വ്രതന്മാരെ കൂട്ടിച്ചേർക്കുന്നതിനെക്കുറിച്ചും വ്രതന്മാരെ അവിടെ എത്തിയ സ്നേഹവതികളുടെ ആക്കിയ ശേഷമായി വാതിലടയ്ക്കുന്നതിനെക്കുറിച്ചും അവിടുന്ന് കർത്താവും അവൻ്റെ വിശുദ്ധന്മാരും തേജസ്സുള്ളവർ അവരപ്രത്യക്ഷമാകുന്നതിനെക്കുറിച്ചും നമ്മൾ ചിന്തിച്ചു. ഇത് സംബന്ധമായിട്ടുള്ള പഠനം വചനത്തിൻ്റെ തെളിവിലും നിരത്തിയതുകൊണ്ട് ഇനി അതിൻ്റെ സംശയം ഉണ്ടാകത്തില്ല എന്നതുകൊണ്ട് മനുഷ്യത്വം വെളിപ്പെടുന്ന രണ്ടാമത്തെ സംഭവമാകുന്ന ഹർമ്മോൻ യുദ്ധത്തെ മൃഗത്തെയും കള്ളപ്രവാചകനെ പിടിച്ചുകെട്ടി ഗന്ധകം കത്തുന്ന തീപുയിലേക്ക് ജീവനോടെ തള്ളിക്കളയുന്ന സംഭവത്തെക്കുറിച്ച് വെളിപ്പാട് ദിവസം 19-ാം അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. വെളിപ്പാട് ദിവസ പഠനത്തിലാണ് നമ്മളായിരുന്നത്. ഇതിനിടയിൽ നമ്മൾ മറ്റുള്ള വേദഭാഗങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങിപ്പോയി. അതിറങ്ങിപ്പോയ ദൈവരാജ്യത്ത് സംബന്ധമായിരിക്കുന്ന ഭൂമകളെക്കുറിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനോടുള്ള ബന്ധത്തിൽ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി വ്രതന്മാരെ ശേഖരിക്കുന്നതിനെക്കുറിച്ച്, സ്നേഹിതപതയുള്ളവർ ചേർത്ത് വരുന്നതിനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ സുവിശേഷത്തിലേക്ക് പോയത്. അതോടനുബന്ധമായിട്ട് നമ്മുടെ യെശയ്യാവിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നുപോയി. ഇതെല്ലാം നമ്മൾ കടന്നുപോയത് ഈ പഠനത്തിനുള്ള ബന്ധത്തിലാണ്, അല്ലാതെ നമ്മൾ റൂട്ട് മാറിപ്പോയതല്ല. ഇത് അതിൻ്റെ പഠനം ശരിയായ രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് സുവിശേഷങ്ങളിലേക്കും മറ്റിതര പ്രവചന ഭാഗങ്ങളിലേക്കും കടന്നുപോയത്. നമ്മൾ വീണ്ടും വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ 19-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ഇവിടെ കാണുന്നത് 19-ാം അധ്യായം അതിൻ്റെ 17
മുതൽ 18 വരെയുള്ള വാക്യങ്ങളെ ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസം തിന്നുവാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവി എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. മഹാദൈവത്തിൻ്റെ അത്താഴം, 2 അത്താഴമാണ് നടക്കുന്നത്. ഒന്ന് കല്യാണ സദ്യയുള്ള ബന്ധത്തിലുള്ള അത്താഴമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുനാരി എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്ന് ഞാനോട് അവൻ എന്നോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് കർത്താവ് പറഞ്ഞത്. അത്താഴം വിരുന്നുശാലയിൽ വെച്ച് നടക്കാനുണ്ട്. മറ്റൊരു അത്താഴം നടത്തുന്നത് ഭൂമിയിലെ സകല കാട്ടുമൃഗങ്ങൾക്കും പക്ഷികൾക്കുമുള്ള ഒരു മഹാദൈവത്തിൻ്റെ അത്താഴമാണ് അന്ന് ഈ അറയ്ക്ക് വെടിയിൽ നടക്കുന്നത്. അതേക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മുൻ ആകാശമധ്യേ പറക്കുന്നു സകല പക്ഷികളോടും രാജാക്കന്മാരുടെ മാംസവും സഹസാധിപന്മാരുടെ മാംസവും വീരന്മാരുടെ മാംസവും കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെ മാംസവും സ്വതന്ത്രന്മാരും ദാസന്മാരും ചെറിയവരും വലിയവരുമായ എല്ലാവരുടെയും മാംസവും തിന്മാൻ മഹാദൈവത്തിൻ്റെ അത്താഴത്തിന് വന്നുകൂടുവി എന്ന് വിളിച്ചു പറഞ്ഞു. ആരൊക്കെ അവിടെ വന്നു ചേരും എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇവിടെ വളരെ വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ സൂര്യൻ നിൽക്കുന്ന ദൂതൻ ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ ആരൊക്കെയാണ് പങ്കാളിത്തം വഹിക്കുന്നതെന്ന് വെളിപ്പെടുത്തുന്നു. അതിൻ്റെ അകത്ത് രാജാക്കന്മാരുണ്ട്, സഹസ്രാധിപന്മാരുണ്ട്, വീരന്മാരുണ്ട്, കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവരുമുണ്ട്, സ്വതന്ത്രന്മാരുണ്ട്, ദാസന്മാരുണ്ട്, ചെറിയവരുണ്ട്, വലിയവരുണ്ട്. അങ്ങനെ ലോകത്തിലുള്ള ചെറിയ രാജ്യങ്ങളും വലിയ രാജ്യങ്ങളും സ്വതന്ത്രന്മാരും ദാസന്മാരും കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്ന സൈന്യവും വീരന്മാരും സഹസ്രാധിപന്മാരും രാജാക്കന്മാരും എല്ലാവരും മഹാദൈവത്തിൻ്റെ യുദ്ധത്തിന് വേണ്ടി പൈശാചിക സാത്താനിക ഭൂതാത്മാക്കളാൽ വശീകരിക്കപ്പെട്ടു കൂടിയിരിക്കുമ്പോൾ സമ്മിശ്ര ജാതികളും രാജാക്കന്മാർ ഉൾപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അവിടെ സമൂഹത്തിൽ ചെറുതു മുതൽ വലുത് വരെ അന്ന് കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യുവാൻ അശുദ്ധാത്മാക്കളുടെ വശീകരണ ശക്തിയാൽ കുടുങ്ങി കർമ്മോദങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ളത് വെളിപ്പെടുത്തുന്നത്. താൻ്റെ വരവുകൾ സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും അവർ ഗണ്യമാക്കാത്ത അത്രമാത്രം സാത്താന ശക്തിക്ക് അടിമപ്പെട്ടു പോകുന്നതിലാണ്. മൃഗത്തിൻ്റെയും അവൻ്റെ നേതൃത്വത്തിലുള്ളവരുടെയും വിവേകം പൂർണ്ണമായും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവർ അന്തിമ പോരാട്ടത്തിന് കച്ച കെട്ടി ഇറങ്ങുന്നത്. ഇപ്പോൾ ഈ ഹർമോദ യുദ്ധത്തെക്കുറിച്ച് ആദ്യമായുള്ള പ്രവചനം നടത്തിയിരിക്കുന്നത് അത് മോശയാണ് അതേക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിൻ്റെ 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളുള്ള ബന്ധത്തിൽ മോശ താൻ ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേലിന് സംഭവിക്കേണ്ട അവസാന യുദ്ധത്തെക്കുറിച്ചുള്ള നിരവധി യുദ്ധങ്ങൾ നടത്തി കനാൻ ദേശത്തിൻ്റെ അതിർത്തി വരെ എത്തിയ മോശ അവൻ അവസാനമായി ലോകത്തുനിന്ന് അവൻ മാറ്റപ്പെടുന്നതിന് മുമ്പായി ഇസ്രായേൽ ഉണ്ടാകേണ്ടുന്ന അവസാന യുദ്ധത്തെ കണ്ടുകൊണ്ടാണ് അവൻ രേഖപ്പെടുത്തിയിട്ടാണ് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. അപ്പോൾ അത് 32-ാം അധ്യായം 40 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ഇതേക്കുറിച്ചാണ് ഈ കർമ്മയുദ്ധത്തെക്കുറിച്ചാണ് രേഖപ്പെടുത്തി. ഞാൻ ആകാശത്തേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നത് നിത്യനായിരിക്കുന്ന എന്നാണ്. എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി എൻ്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും. എന്നെ ദേഷിക്കുന്നവർക്ക് പകരം വീട്ടും. കഥന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഘിപ്പിക്കും. എൻ്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. ഇവിടെ കർത്താവിൻ്റെ 2ാമത്തെ വരവിൽ നടക്കുന്ന ഹർമോദ യുദ്ധത്തെക്കുറിച്ചുള്ള പ്രവചന ഭാഗമാണ് മോശ അന്ന് ആവർത്തന പുസ്തകത്തിൽ കുറിച്ചിട്ടിരിക്കുന്നത്. ഇപ്പം ആകാശത്തെ കൈ ഉയർത്തി സത്യം ചെയ്യുന്ന നിത്യനായിരിക്കുന്ന എന്നാണ് ദൈവം തന്നെ സത്യം ചെയ്ത് പറയുകയാണ്. എൻ്റെ മിന്നലാം വാൾ ഞാൻ മൂർച്ചയാക്കി. അപ്പോൾ കർത്താവിന് വായിരുന്ന മൂർച്ചയേറിയ വാൾ പുറപ്പെടുന്നതിനെ കുറിച്ച് നമ്മൾ വായിച്ചിരുന്നു. എൻ്റെ കൈ ന്യായവിധി തുടങ്ങുമ്പോൾ ഞാൻ ശത്രുക്കളിൽ പ്രതികാരം നടത്തും.
എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. അതെ, അന്ന് ജീവനോടെ കർത്താവിനെതിരെ ദ്വേഷിച്ചു നിൽക്കുന്നവർക്കെതിരെ ദൈവം പ്രതികാരം നടത്തും. അവൻ്റെ പ്രതികാരം അത് നടക്കുമ്പോൾ ആർക്കും അവിടെ സഹിച്ചു നിൽക്കാൻ കഴിയത്തില്ല. എന്നെ ദ്വേഷിക്കുന്നവർക്ക് പകരം വീട്ടും. ഖതന്മാരുടെയും ബദ്ധന്മാരുടെയും രക്തത്താലും ശത്രുനായകന്മാരുടെ ശിരസിൽ നിന്ന് ഒലിക്കുന്നതിനാലും ഞാൻ എൻ്റെ അസ്ത്രങ്ങളെ ലഘരിപ്പിക്കും. എൻ്റെ വാൾ മാംസം തിന്നുകയും ചെയ്യും. അതെ, ദൈവജനം പറഞ്ഞിരിക്കുന്ന ഈ പ്രവചനം ഭൂമിയിൽ നിറവേറപ്പെടും. ഇപ്പം നമ്മൾ വിചാരിക്കും, ഇത്ര ക്രൂരമായിട്ട് കർത്താവ് സ്നേഹവാനായിരിക്കുന്ന യേശു രണ്ടാമത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിൻ്റെ ദൈവം ഈ വേണ്ടാത്തതിനെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ അവിടെ ദൈവസ്നേഹത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വെളിപ്പാടുണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും, ഇങ്ങനെ വന്ന് ഈ ദുഷ്ടന്മാരെ നിഗ്രഹിച്ചില്ലാതാക്കി കളയണമോ? ദൈവം വഴി തുറന്നു കൊടുത്തല്ലോ. ഏതെല്ലാം സാഹചര്യങ്ങൾ മനുഷ്യന് രക്ഷപ്പെടാൻ വേണ്ടി ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ അവഗണിച്ചുകൊണ്ട് തിന്നുക, കുടിക്കുക, മരിക്കുമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയിൽ പിശാചിൻ്റെ പിന്നാലെ പാഞ്ഞു പോകുന്നവരെ മടക്കിക്കൊണ്ടുവരാൻ കഴിയത്തില്ല. ഇവരെ വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ഭരണം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ദൈവം അന്ന് അവരെയും അവനോട് കൂടെയുള്ളവരെ നിഗ്രഹിക്കുന്നു. അതിൻ്റെ പ്രധാന ആൾക്കാരെ പിടിച്ചു കെട്ടി നിത്യനരകാത്തിലേക്ക് തള്ളിക്കളയുന്നതാണ് ഹർമോനിയത്തിൽ നടക്കുന്നത്. ശരീരത്തിൻ്റെ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് ഒരു മുഴയോ രോഗമോ വന്നു കഴിഞ്ഞാൽ അത് മറ്റു ശരീരാവയവങ്ങളെ കൂടി ബാധിക്കുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ആ ശരീരത്തെ സ്നേഹിക്കുന്ന വ്യക്തി ചെയ്യുന്നത് അതിൽ നിന്ന് ആ ഭാഗം മുറിച്ചു മാറ്റി കളയുക എന്നുള്ളതാണ്. അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഈ കർത്താവ് എന്തുകൊണ്ടാണ് നോഗയുടെ ജലപ്പുള്ള സമയത്ത് പ്രളയമയച്ച് അവരെ മുടിച്ചു കളഞ്ഞത്? എന്താണ്? ലോത്തിന്റെ സമയത്ത് എന്തുകൊണ്ടാണ് തീയിറക്കി കൊന്നുകളഞ്ഞത്? അത് ചെയ്യുന്നില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? ദൈവ സ്നേഹവാനല്ലേ, കൊന്നുകളയാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ വേണ്ടാത്തൊരു രോഗം വന്നു കഴിഞ്ഞാൽ അത് സ്പ്രെഡാകുമെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുന്ന കാര്യം മുറിച്ചു കളയുകയാണ്. അപ്പോൾ അന്നങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഈ പ്രവണത വർദ്ധിച്ചു വന്ന് ഒരൊറ്റ എണ്ണത്തിന് പോലും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാകും. അതുകൊണ്ടാണ് ദൈവം കർക്കശമായി ഇതിനു മുമ്പും പ്രവർത്തിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ പ്രളയ സമയത്ത് ദൈവം അങ്ങനെ ചെയ്തില്ലെങ്കിൽ 8 പേരും കാണത്തില്ല, മാനവവംശം മുഴുവനും ഇല്ലാതായിത്തീരും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് പെട്ടകത്തിൽ അവരെ കയറ്റി ദൈവം ബാക്കിയുള്ള മുഴുവനെയും വെള്ളം കൊണ്ട് ഇല്ലാതാക്കി കളഞ്ഞത്. നമ്മുടെ ദൈവം സ്നേഹമുള്ള ദൈവമാ, മനുഷ്യവംശത്തെ സ്നേഹിക്കുന്ന ദൈവമാ, മുടിച്ചു കളയുന്ന ദൈവമല്ല. അത് വീണ്ടും പ്രയോജനപ്പെടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, മടക്കിക്കൊണ്ടുവരാൻ കഴിയത്തില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, അവരെ നശിപ്പിച്ചില്ലെങ്കിൽ ബാക്കിയുള്ള വംശത്തിന് നിലനിൽപ്പില്ല എന്ന് കാണുമ്പോഴാണ് ദൈവം അവിടെ അന്വേഷിച്ച് നോക്കിയത്. കൃപ കണ്ടെത്തുവാൻ കൃപയ്ക്കുള്ള ആരെങ്കിലും ഉണ്ടോ നോക്കിയപ്പോൾ നോഗയെ കണ്ടു. ദൈവം അവൻ്റെ മേൽ കൃപ പകർന്നു. അവനെയും അവൻ്റെ കുടുംബത്തിലുള്ള 8 പേരെയും പെട്ടകത്തിലാക്കി ബാക്കിയുള്ളതിനെ മുഴുവൻ മുടിച്ചു കളഞ്ഞത്. അതല്ലെങ്കിൽ 8 പേരും കൂടെ ഇല്ലാതായി ലോകം, വംശം സാത്താനാൽ മുഴുവനും വശീകരിക്കപ്പെട്ട് നാശത്തിൽ പോകുമായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ നിന്നാണ് അവരെ മുടിച്ചു കളഞ്ഞത്. അതല്ലാതെ ദൈവത്തിന് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല. ലോത്തിന്റെ കാലത്ത് സൊദോം ഗൊമോറയെ ദൈവം തീയച്ചത് എന്തുകൊണ്ടാണ്? അവിടെ നടന്ന പാപം പെരുകി മറ്റുള്ള സ്ഥലങ്ങളിലേക്കും അത് വ്യാപരിക്കുമെന്ന് കണ്ടപ്പോൾ ദൈവം അതിനെ ഒടുക്കിക്കളഞ്ഞു. ഖനാന്യ രാജ്യങ്ങളെ എന്തുകൊണ്ട് ദൈവം വാളിന്റെ വായ്ത്തലയാൽ വെട്ടിക്കളഞ്ഞു? എന്തുകൊണ്ട് എന്ന് ചോദിക്കും. എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കാരണം, അതങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ദേശത്ത് ആർക്കും വസിക്കാൻ കഴിയാത്ത വിധത്തിൽ പാപം പെരുകും. അതുകൊണ്ട് അവരെ നീക്കിക്കളഞ്ഞു. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവാൻ ദൈവം ഇവിടെ ലോകത്തിൽ വന്ന് സമാധാനത്തിന്റെ പ്രവൃത്തികളെ നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വാളും പരിചയമൊന്നും ഉപയോഗിക്കാതെ ആത്മീയയുദ്ധത്തിലായിരിക്കുന്നത്. എന്നാൽ ഇത് പരിശുദ്ധാത്മാവ് മാറിയ ശേഷമായി പണ്ടത്തെ പഴയ നിയമത്തിന്റെ കാലം പോലൊരു കാലം വരും. അതുകൊണ്ടാണ് പറഞ്ഞത് നോഗയുടെ കാലം പോലെ ഒരു കാലം വരും. അപ്പോൾ നോഗയുടെ കാലം പോലൊരു കാലം വരുമ്പോൾ അന്ന് ദൈവം ഈ രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്യുന്നത്. അന്ന് അവൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് കൊണ്ട് അങ്ങനെയുള്ളവരെ നിഗ്രഹിച്ച് കളയുന്നു എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ദൈവം സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, മനുഷ്യവംശത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ്
ദൈവം ഇത് ഇവിടെ ചെയ്യുന്നതെന്നും ഇന്ന് രാത്രി ഓർത്തിരിക്കണം. ഇപ്പൊ നോഗയുടെ കാലം പോലെ ഒരു കാലം വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായല്ലോ. നോഗയുടെ കാലം പോലെ കാലം വരും. അന്ന് അവരെ നിഗ്രഹിച്ച് വെള്ളത്തിൽ മുക്കിക്കളഞ്ഞ് നശിപ്പിച്ചില്ലെങ്കിൽ ആ ലോകം മുഴുവനും പാപത്തടിയപ്പെട്ട് നോഗയും കുടുംബവും ഇല്ലാതായിത്തീരും. അതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടി ദൈവം ഇടപെട്ടു. സൊദോം ഗൊമോറ ദൈവം നശിപ്പിച്ചു കളഞ്ഞു. കനാൻ രാജ്യങ്ങളെ മ്ലേച്ഛത വല്ലാതായി കഴിഞ്ഞപ്പോൾ അതിനെ ദൈവം ഇല്ലാതാക്കി കളഞ്ഞു. അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി കൊണ്ടും ഈ പുതിയ നിയമസഭയുടെ സമയത്ത് കഴിഞ്ഞ 2000 വർഷമായി കർത്താവ് വാളുകൊണ്ടോ വില്ലുകൊണ്ടോ ഒന്നും യുദ്ധം ചെയ്യാതെ, വാളുകൊണ്ടോ വില്ലുകൊണ്ടോ യുദ്ധം ചെയ്ത് അവരെ രക്ഷിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം ഇപ്പോൾ ദൈവം നമ്മളെ രക്ഷിക്കുന്നത് കുഞ്ഞാടിന്റെ തിരു രക്തം കൊണ്ടാണ്. അതിനുശേഷമായി പരിശുദ്ധാത്മാവ് സഭയും എടുക്കപ്പെട്ട ശേഷമുള്ള കാലങ്ങൾ വരുമ്പോൾ വീണ്ടും ദൈവത്തിന് അവിടെ അക്ഷരികമായ യുദ്ധത്തിലേക്ക് വരണം. ഈ പറയുന്ന സകല ദുഷ്ടശക്തികളെയും വ്യക്തികളെയും ഇല്ലാതാക്കി അവരെ ഒടുക്കിക്കളയണം. അന്ന് ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ കൊന്നുകളയേണ്ടതിനെ കൊന്നുകളയും, പിടിച്ചു കെട്ടി നരകാഗ്നിക്കളയും. അങ്ങനെ ഒരു ശുദ്ധീകരണം നടത്തിയ ശേഷമാണ് കർത്താവിടെ 1000 ആണ്ട് വാഴുവാൻ തുടങ്ങുന്നത്. അവന്റെ കല്യാണ സദ്യ നടക്കുന്നതിന് മുമ്പായി അവന്റെ രാജ്യത്വത്തിനെതിരായി നിന്നവരെ, അവന് വിരുദ്ധമായി നിന്നവരെ, അവനെ ദേഷിച്ചവരെ എല്ലാവരെയും ലോകത്ത് നിന്ന് നീക്കിക്കളഞ്ഞിരിക്കും. ഒന്നെങ്കിൽ വാളിന്റെ വായ്ത്തലയിൽ, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനമാകുന്ന വാളിനാൽ അവരെ മരിച്ചിരിക്കും. അതല്ലെങ്കിൽ പിടിക്കപ്പെട്ട് നരകാഗ്നി തള്ളിക്കളയും. കർത്താവിന്റെ 2ാമത്തെ വരവെങ്കിൽ സംഭവിക്കുന്ന കാര്യം, എന്ന അനീതി ചെയ്യുന്ന എല്ലാത്തിനും നീക്കിയിട്ടേ നീതിമാനായിരിക്കും ദൈവം നീതിയുള്ള ഒരു ഭരണം ഇവിടെ സ്ഥാപിക്കുകയുള്ളൂ. നോഗയുടെ കാലത്തെ പോലെ ആ പെട്ടകം തുറന്ന് വീണ്ടും ഭൂമിയിലേക്ക് വന്നപ്പോൾ പാവമില്ലാത്ത ഒരു ലോകത്തിലേക്കല്ല വന്നത്. അന്ന് വ്യാപരിച്ചിരുന്ന ഭൂതാത്മാക്കളും ദുഷ്ടദൂതന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയും ആ കാലം പോലെ ഭൂമിയിൽ നിന്ന് ദുഷ്ടന്മാരെയെല്ലാം ദൈവം നീക്കിക്കളയും. ദൈവം തന്റെ രാജ്യം ഇവിടെ സ്ഥാപിക്കും. എങ്കിലും ഭൂതാത്മാക്കൾക്കും ദുഷ്ടദൂതന്മാരുടെ എണ്ണം ഇവിടെ ഉണ്ടായിരിക്കും, അവരുടെ സജീവമായിരിക്കും. അതുകൊണ്ടാണ് നോഗയുടെ കാലം പോലെ ഒരു കാലം വരുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം ഇത് വായിച്ചപ്പോൾ എനിക്കുണ്ടായി. കാരണം ഇപ്പോൾ എല്ലാം നമുക്കറിയാം, ഡ്രോണുകൾ, മിസൈലുകൾ, ന്യൂക്ലിയർ ബോംബുകൾ, ആറ്റം ബോംബുകളൊക്കെ ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ അന്ന് ഈ ഹർമോദ യുദ്ധത്തിൽ ഇങ്ങനെ ഈ കുതിരപ്പുറത്തും കുതിരകളും വാളും കുന്തവും വില്ലും ഒക്കെ ആണോ യുദ്ധത്തിനെന്നുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകത്തില്ലേ? നിശ്ചയമായിട്ടുണ്ടാകും അല്ലേ? ഇപ്പോഴത്തെ കാലത്ത് ഇനിയും ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുന്നത് കുതിരയും കുതിരപ്പുറത്തിരിക്കുന്ന തമ്മിലുള്ള യുദ്ധമാണ്, രക്തം ഒഴുകുന്ന യുദ്ധമാണെന്നൊക്കെ പഠിപ്പിച്ചാൽ ഒരുപക്ഷെ ഇന്നത്തെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്കതിനെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇന്നിപ്പോൾ നടക്കുന്ന യുദ്ധങ്ങളിലൊക്കെ കുതിരയും കുതിരപ്പുറത്ത് കയറി തമ്മിലാണ് യുദ്ധം നടക്കുന്നത്. അല്ല, അങ്ങനെയല്ല നടക്കുന്നത്. നടക്കുന്ന യുദ്ധമെല്ലാം ഒരു രാജ്യത്ത് ഇരുന്നുകൊണ്ട് മറ്റൊരു രാജ്യത്തും 2500, 3000, 3500 കിലോമീറ്റർ ദൂരെയുള്ള ഭൂഖണ്ഡാന്തര മിസൈലുകളുണ്ട്. ഇന്റർ കോണ്ടിനെന്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്ന പോലെ തന്നെ ഇന്റർ കോണ്ടിനെന്റ് ആയിട്ടുള്ള കോണ്ടിനെന്റൽ മിസൈൽസ് ഉണ്ട് അല്ലേ? നമുക്ക് കാണാം, വലിയ സ്റ്റാർ ഹോട്ടലൊക്കെ ചെന്നാൽ അവിടെ കോണ്ടിനെന്റൽ ഫുഡുണ്ട്. പണ്ട് പുട്ടും ചായയും കടലയും ഒക്കെ ആയിരുന്നു നമ്മുടെ വിഭവങ്ങളുണ്ടായിരുന്നത്. ചായക്കടകൾ നമ്മുടെ നാട്ടിലെ സാധാരണ കടകളായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ ഇവിടെ കോണ്ടിനെന്റൽ ഹോട്ടൽസ് ഉണ്ട്. കോണ്ടിനെന്റൽ ഡിഷസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇന്റർനാഷണൽ എന്ന് പറഞ്ഞാൽ പലരും വരുന്നുണ്ട്, പല രാജ്യങ്ങളും പലരും വരുന്നുണ്ട്, അവർക്കുള്ള ആഹാരം എല്ലാം കൂടുക. അതുകൊണ്ടാണ്, പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു. പണ്ട് യാത്രക്കാരെ കുറവ്, ടൂറിസ്റ്റുകൾ വളരെ കുറവ്, അതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പം ടൂറിസം വർദ്ധിച്ചു, പലരും വരുന്നു. ഇപ്പം കന്യാകുമാരിക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തമിഴ്നാട്ടിലുണ്ടാകുന്ന ആഹാരം മാത്രം ഉണ്ടാക്കി വെച്ചാൽ പറ്റത്തില്ല. അവിടെ ഇന്റർ കോണ്ടിനെന്റൽ ഹോട്ടൽ കാണും. അവിടേക്കായിരിക്കും ടൂറിസ്റ്റുകളെ ഒക്കെ വന്ന് താമസം, അവിടെ പറ്റിയ ആഹാരം കഴിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞത് മാറ്റങ്ങൾ വന്നു. എന്നാൽ ഒരൊറ്റ മാസം കൊണ്ട് വിറകെടുത്ത് കത്തിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് ഇപ്പം മാറാൻ തുടങ്ങിയോ? ഗ്യാസൊക്കെ പൂട്ടാൻ തുടങ്ങിയോ? നടക്കുന്ന കാര്യമാണ്. വിറകെടുത്ത് കത്തിക്കും. മനസ്സിലായോ? മിസൈലും
ഫൈറ്റർ ഒന്നും വർക്ക് ചെയ്യാൻ വയ്യാത്തൊരു കാലം വരാൻ പോവുകയാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിൽ പഴയതുപോലെയാകും. ഇന്നിപ്പോൾ നമുക്കറിയാം, യുദ്ധം ഹോർമോസ് കടലെടുക്ക് 2 മാസം അടച്ചിടട്ടെ, എല്ലാവരുടെയും വീട്ടിൽ പണ്ടത്തെ പോലെ പുക വരും അല്ലേ? സാധിക്കുമോ? സാധിക്കും. കോവിഡ് വന്നപ്പോൾ വീട്ടിലിരുന്ന് വെളിയിൽ ഇറങ്ങാതെ കാട്ടുമൃഗങ്ങൾ വെളിച്ചാടിയില്ലേ? അപ്പം നമ്മൾ വിചാരിക്കും, ആധുനികതയിൽ എങ്ങനെയാ കാട്ടുമൃഗങ്ങൾ മനുഷ്യനെ കൊല്ലാൻ പോകുന്നതെന്ന് നമ്മൾ ചോദിക്കും. മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കും. അഹങ്കരിക്കുന്ന മനുഷ്യരോട് ചോദിക്കും. നിന്റെ അഹങ്കാരത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ വേണ്ടിയ സംഭവങ്ങൾ സംഭവിക്കുന്നത് അല്ലേ? കാട്ടുമൃഗങ്ങൾ ഇറങ്ങിയില്ലേ? മനുഷ്യൻ വീട്ടിൽ വിളിച്ചപ്പോൾ കാട്ടുമൃഗങ്ങളെല്ലാം ഇറങ്ങിയില്ലേ? ഇന്നും വെളി പോയിട്ടില്ല, എല്ലാം നടക്കുക. ഇതൊക്കെ സംഭവിക്കാൻ അധികം സമയം വേണ്ട. ആധുനികതയുടെ യുദ്ധക്കോപ്പുകൾ ഉണ്ട്, അതൊന്നും അന്ന് ഉപയോഗിക്കപ്പെടത്തില്ല. അന്ന് ഉപയോഗിക്കപ്പെടുന്നത് ഈ നമ്മുടെ കയ്യിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നടക്കുകയുള്ളൂ. അന്ന് വിറക് കത്തിക്കുന്നത് ഈ വില്ലും കുന്തമൊക്കെയാണെന്ന് എഗസ്കേൽ പ്രവചനത്തിൽ വെച്ച് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് സംശയം തോന്നിയായിരുന്നു. ദൈവമേ, ഇതെങ്ങനെയാ സംഭവിക്കുന്നെന്നുള്ളത്. ഈ അന്നത്തെ വിറക് അവിടെ ചെന്ന് ഇതെല്ലാം എടുത്ത് കത്തിക്കും. അത് 7 മാസം വരെ അത് കത്തിക്കാനുള്ള വിറകുണ്ടായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ ഞാനൊന്ന് ഒരുപാട് ഈ ഹർമ്മയുദ്ധത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എങ്ങനെയാ പഠിപ്പിക്കുന്നതൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു അല്ലേ? അങ്ങനെയല്ലേ? അന്നത്തെ അവരെ ചെന്ന് അടയാളം വെക്കൊന്നും ശവടക്കൊന്നും അന്ന് അവിടെ ഇട്ടിട്ട് പോകുന്ന പടക്കൂപ്പുകൾ കൊണ്ട് ഇവര് 7 മാസം തീ കത്തിക്കുമെന്നൊക്കെ എഗസ്കേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചേ മതിയാകുള്ളൂ. അതെങ്ങനെ സംഭവിക്കുമെന്ന് വായിച്ചു പോകുമ്പോൾ പഠിക്കുമ്പോൾ സംശയമുണ്ടാകും. പക്ഷെ ഇപ്പോൾ എനിക്ക് സംശയമില്ല. കാരണം ഈ ഒരു ചെറിയ യുദ്ധമുണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെല്ലാം പൂട്ടിക്കെട്ടും. എഗസ്കേൽ പ്രവചനം 39 അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ഞാനിത് ഈ പ്രവചനം വായിക്കുന്നത് ഇപ്പൊ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നതിനെ കുറിച്ച് കുതിരപ്പുറത്ത് പണ്ടത്തെ ഒരു യുദ്ധം വരാൻ പോകുമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല മക്കളെ, ഇതൊക്കെ വെറുതെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ നടക്കും എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയുള്ള തെളിവിനാണ് ഞാനിത് എടുക്കുന്നത്. ഇത് ഈ യുദ്ധം നടക്കുമേ, അപ്പോൾ ഈ പ്ലെയിനും സബ്മറീനും ഒന്നും അവിടെ വേണ്ടി വരത്തില്ല. അന്നിതെല്ലാം നിശ്ചലമായി തീരും. കാരണം അതിനു മുമ്പ് വെള്ളം തന്നെ രക്തമായി തീരും. ചലിക്കുന്ന പ്രാണികളൊക്കെ ചത്തുപോകുന്ന പറഞ്ഞിരിക്കുന്നത്. വെള്ളം മുഴുവൻ രക്തമായി തീരും. ഈ പറയുന്ന പടക്കോപ്പുകളും നിരത്താൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ സ്ഥിതികളെക്കുറിച്ച് മുമ്പുള്ള കാര്യങ്ങൾ പഠിക്കണം. അപ്പം അത് പഠിച്ചു കഴിയുമ്പോൾ 7 മുദ്ര, 7 കാഹളം, 7 കലശം ഒഴിക്കുന്ന സമയത്തുള്ള സംഭവങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരുത്തം പോലും ഈ പറയുന്ന രീതി അന്നൊന്ന് സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമേ നിൽക്കുകയുള്ളൂ. അതല്ലാതെ ന്യൂക്ലിയർ ബോംബ് അയക്കാനോ ഈ പറയുന്ന സിസ്റ്റംസൊക്കെ റെഡി ചെയ്യാനൊന്നും കഴിയത്തില്ലാത്ത വണ്ണം അന്നത്തെ അന്തരീക്ഷം, അന്നത്തെ പ്രപഞ്ചം തന്നെ എല്ലാറ്റിനും പ്രതികൂലമായിരിക്കും. അന്ന് നമുക്കറിയാം, ഭൂഗുരുത്വ ആകർഷണ ബലം തന്നെ മാറിപ്പോയിരിക്കും. അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിൻ്റെ ശക്തികൾ അഴിഞ്ഞു പോകുന്നു. എന്നെല്ലാം ആകാശത്തിലൊക്കെ കൊണ്ടുപോയി കൂട്ടിക്കെട്ടി വെക്കുന്നുണ്ട്. ഇതെല്ലാം പടപടാൻ താഴെ വീഴും. ദൈവം ആകാശത്തെ കുലുക്കും. ഇതിൻ്റെ ശക്തിയെല്ലാം മാറിപ്പോകും. എന്ന ഭൂഗർത്ത ബലമൊക്കെ കണക്കൂട്ടിയാണ് ആർട്ടിമിസൊക്കെ അയച്ചത്. ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ അത് തുറക്കണം, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ കണക്കൂട്ടിയ. പക്ഷേ എല്ലാ കണക്കൂട്ടുകളും മാറത്തക്കവണ്ണം ചന്ദ്രനിലും ഭൂമിയിലും സൂര്യനിലും നക്ഷത്രങ്ങളിലൊക്കെ മാറ്റങ്ങൾ സംഭവിക്കും. മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ന്യൂക്ലിയർ ബോംബുകളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും പ്രയോജനപ്പെടാത്ത രീതിയിൽ അന്നത്തെ ലോകം മാറ്റപ്പെടും എന്നുള്ളതിന് സംശയമില്ല. അന്ന് ഉപയോഗിക്കുന്ന ആയുധങ്ങൾ തീ കത്തിക്കാൻ ഉതകത്തക്കതായിരിക്കും എന്ന് എഗസ്കേൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് 39 അധ്യായം 8 വാക്യം. അത് വരുന്നു, അത് സംഭവിക്കുമെന്ന് യഹോവയുടെ കർത്താവിൻ്റെ അരുളപ്പാട്. ഇതത്രേ ഞാൻ അരുളി ചെയ്ത ദിവസം.
തൻ്റെ പ്രവാചകന്മാരായിരിക്കുന്ന പ്രവാചകന്മാരോട് അരുളിച്ച ദിവസത്തെക്കുറിച്ച് കർത്താവിൻ്റെ ക്രോധ ദിവസമാകുന്ന മഹത്വ പ്രതിഷ്ഠയുള്ള ദിവസത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ പട്ടണങ്ങളിൽ വസിക്കുന്നവർ പുറപ്പെട്ട് പരിച, പലക, വില്ല്, അമ്പ്, കുറുവടി, കുന്തം മുതലായ ആയുധങ്ങളെ എടുത്ത് തീ കത്തിക്കും. അവർ അവയെ കൊണ്ട് 7 സംവത്സരം തീ കത്തിക്കും. നോട്ട് ചെയ്ത് വെച്ചു, മനസ്സിലാക്കിയിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഗ്യാസ് ഇന്നുണ്ട്. ബുക്കിംഗ് സമയം 45 ദിവസമാക്കി. പ്രാർത്ഥിക്കുന്നു നമ്മൾ ഇപ്പോഴൊന്നും മുമ്പുണ്ടാകാതിരിക്കാൻ വേണ്ടി. ദൈവം അതിനെ റിലീസ് ചെയ്ത് നമുക്ക് നൽകട്ടെ. ഞാൻ തെളിവിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇത് വന്നില്ലെങ്കിൽ തീർന്നെന്ന്. നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് കിണർ കുത്തി ചില വീട്ടിലൊക്കെ കിട്ടുന്നുണ്ട്. ഞാൻ എങ്ങാണ്ടൊരു വീട്ടിൽ കണ്ടവർ കിണർ കുത്തിയപ്പം ഗ്യാസ് കിട്ടി, അവരിപ്പോൾ അത് കത്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കിട്ടിയെങ്കിൽ ഭാഗ്യം. ഗ്യാസ് കിട്ടാൻ വേണ്ടി നമുക്ക് കിണർ കുത്താൻ പറ്റുമോ? വന്നു കിട്ടിയാൽ കിട്ടി. അത്രയല്ലേ ഉള്ളൂ. അഹങ്കരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾക്ക് വിറക് വേണ്ട, പുകയില്ലാത്ത അടുപ്പൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അഹങ്കരിക്കും. വീടുകളൊക്കെ വെക്കുമ്പോൾ നമുക്ക് വിറകടുപ്പൊന്നും വേണ്ട, എൻ്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് സോളാർ പവറുണ്ട്, ഗ്യാസ് ഉണ്ട് എന്നൊക്കെ പറയും. പക്ഷേ ഇപ്പം വീട് വെക്കുമ്പോൾ ഒരു വിറകടുപ്പും കൂടി അങ്ങ് വെച്ചേക്കണം. കാരണം എപ്പോഴാ ഇതൊക്കെ നിന്ന് പോകുന്ന അറിയത്തില്ല. അതുകൊണ്ട് ഒരു സാധാരണ ഒരു അടുപ്പും കൂടി കരുതിക്കോണം കേട്ടോ. കാരണം എപ്പോഴാ സംഭവം. ഞാനിത് വീട് വെച്ചപ്പം ഞാനത് കരുതിയാ ചെയ്തത്. കാരണം ഈ വചനം വായിച്ച് കുറച്ചൊക്കെ പരിചയമുള്ളതുകൊണ്ട് വീട് വെച്ചപ്പം, നമ്മൾ താമസിക്കാൻ വീട് വെച്ചപ്പം മോഡേൺ കിച്ചണൊക്കെ പണിയുന്നത് ശരിയാണ്. പക്ഷേ ഒരു സാധാരണ ഒരു അടുപ്പ് കൂടി അങ്ങ് വെച്ചേക്കണം. കാരണം ഇതൊക്കെ സംഭവിക്കാം. നമ്മൾ എത്ര മോഡേൺ ആയാലും ദൈവം അനുവദിക്കാതെ ഒന്നും അനുഭവിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടിന്ന് രാത്രിയിൽ യുദ്ധങ്ങളെക്കുറിച്ചുള്ള കാര്യം പഠിക്കുമ്പോൾ ഞാൻ ചില കാര്യങ്ങൾ ആമുഖമായിട്ട് എടുത്ത് പറഞ്ഞത്, ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ സംശയിക്കേണ്ട, അത് സത്യമായി നിറവേറപ്പെടും. ആവർത്തന പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തി വെച്ചു. തന്നെ ദേഷിക്കുന്നവരെ ദൈവം നീക്കിക്കളയും, പ്രതികാരം നടത്തുമെന്ന്. അതെ, നമ്മുടെ കർത്താവ് സാവകാശവും സമയം നമുക്ക് തന്നിട്ടുണ്ട്. വിടുതൽ ദൈവം നൽകുവാൻ വേണ്ടി ലോകത്തെ ദൈവം സ്നേഹിച്ചു. നമ്മെ സ്നേഹിപ്പാൻ തൻ്റെ ജീവൻ തന്നു. അവനെ അവഗണിച്ച് ദേഷിച്ചു പോയാൽ, അഹങ്കാരികളായി കഴിഞ്ഞാൽ ദൈവം പറഞ്ഞിരിക്കുന്നത് ഇതിനെയെല്ലാം നശിപ്പിച്ച് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് യഹസ്കേൽ വായിക്കുമ്പോൾ ഇനി ആർക്കും സംശയം ഉണ്ടാകത്തില്ലല്ലോ. വിറക് കത്തിക്കുമെന്ന് പറഞ്ഞാൽ സംശയം ഉണ്ടാകത്തില്ലല്ലോ. അന്ന് ആയുധങ്ങൾ, ന്യൂക്ലിയർ ബോംബും ഇങ്ങനെയുള്ളതൊന്നും അല്ല എന്ന് പഠിപ്പിച്ചാൽ മനസ്സിലാകുമല്ലോ, തെറ്റിപ്പോകത്തില്ലല്ലോ. അതുകൊണ്ട് പ്ലെയിനും പറക്കാതെ ഇതൊക്കെ വരാതെ ഇതെല്ലാം നിശ്ചലമായി പോകും. പണ്ടത്തെ കുറിവടിയും അമ്പും വില്ലും ഒക്കെ എടുക്കുന്ന ഒരു യുദ്ധ കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങും എന്നാണ് ദൈവവചനം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വന്യമൃഗ സംരക്ഷണ നിയമം കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ്? മനുഷ്യനേക്കാൾ വില മൃഗങ്ങൾക്ക് ഉണ്ടാക്കിയിരിക്കുക. കാരണം എന്താ? മൃഗങ്ങൾ വേണം. മൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചേ മതിയാവുള്ളൂ. കാട്ടുമൃഗങ്ങളെ കൊണ്ട് 4 മനുഷ്യനെ കൊല്ലുന്ന ബാധയിൽ ഒരു ബാധയാണ് കാട്ടുമൃഗങ്ങൾ. അതുകൊണ്ട് വന്യമൃഗ സംരക്ഷണം ഉണ്ടാകണം. ന്യൂക്ലിയർ വെപ്പൺ, അത് ട്രീറ്റി ഉണ്ടാകും, ഉപയോഗിക്കാത്ത. നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റികളൊക്കെ ലോകത്തിലുണ്ടാകും. കാരണം ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് വരും. പണ്ടത്തെ യുദ്ധതന്ത്രങ്ങളിലേക്ക് പോകും. എത്ര പേർക്ക് ദൂതെന്ന് ഏറ്റെടുക്കാൻ കഴിയും? കാരണം നമ്മൾ ആധുനികത ഒരുപാട് പഠിച്ചു പോയി. ആധുനികതയാണെന്ന് മനസ്സിലാക്കി പോയ മനുഷ്യ, വാഹനങ്ങൾ നിശ്ചലമാകാൻ അധികം സമയം വേണ്ട. വാഹനത്തിന് അകത്ത് നമുക്ക് ഇന്ന് പല മാധ്യമങ്ങളുമുണ്ട്. എന്നാൽ സൂര്യനെ ആശ്രയിച്ച് നിന്നാൽ ദൈവം അതിനെ ഇരുട്ടാക്കി കളയും. നീ കാറ്റിൽ നിന്ന് കറണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് ദൈവം അതിനെ പിടിച്ചു കെട്ടും. അതുകൊണ്ട് അഹങ്കരിച്ചു പോകണ്ട. വെള്ളത്തെ വിഘടിപ്പിച്ച് അതിൽ നിന്ന് ഹൈഡ്രജൻ ഉണ്ടാക്കി അതിനെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചാൽ വെള്ളം രക്തമായി പോകും. ഘടനകളെ ദൈവം മാറ്റും. അങ്ങനെ സകലത്ത് മേലും
ദൈവം തൻ്റെ ആധിപത്യം ഉറപ്പിക്കും. ഇന്ന് രാത്രിയിൽ മനുഷ്യൻ എത്രമാത്രം കുതിച്ചു വരാൻ ശ്രമിച്ചാലും ദൈവത്തിൻ്റെ ആധിപത്യം എല്ലാറ്റിന്മേലുമുണ്ട്. അഹങ്കരിച്ചു പോകേണ്ട ആവശ്യമില്ല. അഹങ്കരിക്കുകയല്ല വേണ്ടിയത്, ദൈവത്തെ അനുസരിക്കുകയാണ് വേണ്ടിയത്. ഞാൻ പറഞ്ഞ ദൂത് ഇന്ന് രാത്രി മനസ്സിൽ എനിക്കൊരു പക്ഷേ ഈ ക്ലാസ് ഒരു 2 മാസം മുമ്പ് അല്ലെങ്കിൽ 3 മാസം മുമ്പ് എടുത്താൽ ഇത്രമാത്രം ആധികാരികമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്നെ തെളിവ് നിരത്തി പഠിപ്പിക്കാൻ കഴിയും. ഈ കോവിഡ് വന്ന ശേഷമാണ് കാട്ടുമൃഗങ്ങളെ ഉള്ള ബന്ധത്തിലുള്ള ക്ലാസ് എനിക്ക് കാര്യമായിട്ട് എടുക്കാൻ. അതിന് മുമ്പ് ഞാൻ പരസ്യങ്ങളൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ തെളിവ് നിരത്തി പ്രസംഗിക്കാൻ പറ്റുന്നത് ഇപ്പോഴുള്ള സമയങ്ങളാണ്. ഇപ്പോൾ വീടുകളിൽ വിറക് കത്തിക്കും എന്നുള്ളതിന് നമ്മളൊക്കെ എത്ര ദിവസം വരെ യുദ്ധം പോകുമെന്നുള്ളത് നോക്കിയാണ് ഗ്യാസ് വരുന്നതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നത്. ഹോട്ടലൊക്കെ പൂട്ടിപ്പോയില്ലേ? ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ നമ്മൾ വളരെ ആകാംക്ഷയോടെ പ്രാർത്ഥിക്കുകയല്ലേ മാറിപ്പോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം ഒരൊറ്റ ഓർഡർ ദൈവം ഇട്ടാൽ മതി, എല്ലാം തീരും. ഇന്ന് തരുന്നതെല്ലാം ദൈവത്തിന് ദാനമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. വണ്ടിയിൽ പെട്രോൾ അടിക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം. നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം. ഗ്യാസ് ഉപയോഗിക്കുമ്പോൾ സ്തോത്രം ചെയ്തോണം. ഇന്നത്തെ എല്ലാ ആധുനികത കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയണം. അതേ കർത്താവേ, ഇതൊക്കെ തന്ന ദാനമാണ്. ഊർജ സ്ഥലങ്ങളെ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇരുട്ടിലേക്ക് പോകുമെന്ന് വാണിംഗ് കൊടുക്കുന്നില്ലേ രാജ്യങ്ങൾ? മുഴുവൻ നശിപ്പിക്കുമെന്ന് പറയുന്നില്ലേ? അതെ, നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന ഊർജ സ്ഥലങ്ങളെ നശിപ്പിക്കത്തക്കവണ്ണമുള്ള മിസൈലുകളൊക്കെ ആർക്ക് വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെച്ച് നശിപ്പിച്ച് കളയാം, പരസ്പരം നശിപ്പിച്ച് കളയാം. പിന്നീട് എന്ത് ചെയ്യും? പണ്ടത്തെ പോലെ വെള്ളം കോരും, പണ്ടത്തെ പോലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരേണ്ട അവസ്ഥ വരും. അതുകൊണ്ട് എല്ലാ സിസ്റ്റവും മനുഷ്യനുണ്ടാക്കിയതെല്ലാം താറുമാറാകും. എന്നാൽ നസ്രയനുണ്ടാക്കുന്നതൊന്നും ഒരു നാളും അഴിഞ്ഞു പോകത്തില്ല. എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്വത്തിന് വേണ്ടി നിരാത്തനന്ദത്തിന് നമ്മളെ സമർപ്പിക്കാം. ഇപ്പം രണ്ടാമത്തെ സംഭവമായിരിക്കുന്ന ഹർമോദ യുദ്ധത്തെക്കുറിച്ചുള്ള ചില ആമുഖ കാര്യങ്ങൾ പറഞ്ഞത്, ഇത് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മറിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എത്രമാത്രം അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ ഒരു ലഘുവായിട്ടുള്ള ഉദാഹരണം തന്നത് തുടർന്ന് പഠിക്കുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് എന്നുള്ളത് ഓർപ്പിക്കുന്നപ്പോൾ ഈ കുതിരപ്പുറത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ പണ്ടെങ്ങാണ്ടാണ് യുദ്ധം, ഇപ്പോഴെന്തിനാ ഈ അവസാന സമയത്ത് പഠിപ്പിക്കുന്നതെന്ന് ഓർത്ത് പുസ്തകം മടക്കി വെക്കരുത് കേട്ടോ, മടക്കി വെക്കരുത്. എനിക്കറിയാം, എളിയൻ എഴുതിയ പുസ്തകം പലരും 2, 10, 15 പേജും വായിച്ചിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് വേണ്ടാന്ന് പറഞ്ഞു, മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഇപ്പോഴത്തെ ബുദ്ധിയിൽ ചിന്തിച്ചിട്ട് മടക്കി വയ്ക്കരുത്, തുടർന്ന് വായിച്ചോണം. അതിനകത്ത് രേഖപ്പെടുത്തി ഇന്ന കാര്യം മനസ്സിലാക്കാൻ തരാനുള്ളതാണ്. അതല്ലാതെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി എഴുതി വെച്ചതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഹസ്രാധിപ വീരന്മാർ, കുതിരകളും കുതിരപ്പുറത്തിരിക്കുന്നവർ, സ്വതന്ത്രന്മാർ, ദാസന്മാർ, ചെറിയവർ വലിയവർ എന്നീ സമ്മിശ്ര ജാതികൾ മുഴുവനും ഇസ്രായേലിനെതിരായി പൈശാചിക വശീകരണത്താൽ കൂടി വരും എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതേക്കുറിച്ച് ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ ദൈവത്തിൻ്റെ ആലോചനയായി വെളിപ്പെടുത്തിയിരിക്കുന്നു. അവസാനമായി ഭൂമി നടക്കുന്ന രക്തച്ചൊരിച്ചുള്ള യുദ്ധമാണ് ഹർമോദോൺ യുദ്ധം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ച് 110-ാം സങ്കീർത്തനം അതിൻ്റെ 5 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ 110-ാം സങ്കീർത്തനം വളരെയധികം അർത്ഥസമ്പൂർണമായ ഒരു സങ്കീർത്തനമാണ്. വെളിപ്പാട് പുസ്തക പഠനത്തിൻ്റെ താക്കോൽ വാക്യം അതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. ചില ദിവസങ്ങളെക്കുറിച്ചുള്ള വെളിപ്പാടതിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ മധ്യാകാശ പ്രത്യക്ഷതയെക്കുറിച്ച്, സേനാ ദിവസത്തെക്കുറിച്ച്, ക്രോധ ദിവസത്തെക്കുറിച്ച് ഒക്കെയുള്ള വലിയ വെളിപ്പാടുകളാണ് 110-ാം സങ്കീർത്തനം. 110-ാം സങ്കീർത്തനം 5-6 വാക്യങ്ങളിൽ പ്രകാരം പറയും, നിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും. അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും. സങ്കീർത്തനം 110:5-6 ഹർമോദ യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. ഏതൊരു മനുഷ്യടവേണ്ട ആവശ്യമില്ല. ദൈവം നേരിട്ടുള്ള യുദ്ധം നടത്താൻ വേണ്ടി ഇറങ്ങി വരും. സങ്കീർത്തനം 79-ന്റെ 6, 10-ന്റെ 25 ഒക്കെ ഇത് പറഞ്ഞിരിക്കുകയാണ്. നിന്നെ അറിയാത്ത ജാതികളുടെ മേലും നിന്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേലും നിന്റെ ക്രോധത്തെ പകരണമേ എന്ന് ഇസ്രായേൽ പ്രാർത്ഥിക്കും.
ദൈവത്തിൻ്റെ ക്രോധ ദിവസത്തിൽ ദൈവത്തെ അറിയാത്ത ജാതികളുടെ മേൽ, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാത്ത രാജ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ക്രോധം വന്നമരും. അതുകൊണ്ട് ഏതെങ്കിലും രാജ്യമോ ഏതെങ്കിലും ദേശമോ ഏതെങ്കിലും ജാതികളോ സത്യദൈവത്തെ അനുസരിക്കാതെ പോയാൽ അവരുടെ മേൽ ഈ ക്രോധം വന്നമരും എന്നുള്ള ദൂത് ഇന്ന് രാത്രിയിൽ വചനത്തിന് അടിസ്ഥാനത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, യെരമ്യാവ് പ്രവചിച്ചു. സങ്കീർത്തനത്തിൽ 79-6 പ്രവചിച്ചു. അന്ന് ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് യുദ്ധത്തിന് വേണ്ടി കടന്നു വരുന്നതെന്ന് യെഹെസ്കേൽ പ്രവചിച്ചു. യെഹെസ്കേൽ 39-1-4 വാക്യങ്ങൾ അത് രേഖപ്പെടുത്തിയ പ്രകാരമാണ്: രോഷ്, മേശക്ക്, തൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്നിൽ 6 ശേഷിപ്പിച്ച് നിന്നെ വടക്കേ അറ്റത്തുനിന്ന് പുറപ്പെടുവിച്ച് ഇസ്രായേൽ പർവ്വതങ്ങൾ വരുത്തും. അതേക്കുറിച്ച് തുറന്നു പറയുകയാണ്: നീയും നിന്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോട് കൂടിയുള്ള ജാതികളും ഇസ്രായേൽ പർവ്വതങ്ങളിൽ വീഴും. ഞാൻ നിന്നെ കഴുകു മുതലായ പറവയ്ക്കൊക്കെയും കാട്ടുമൃഗത്തിനും ഇരയായി കൊടുക്കും. ഇതാണ് ദൂതൻ വിളിച്ചു പറഞ്ഞത്. യെഹെസ്കേൽ പ്രവചിച്ച പ്രവചനം നിവൃത്തിയാകണമട്ടെ. ലോകാരംഭം മുതൽ തൻ്റെ പ്രവാചകന്മാരായിരിക്കും ദാസന്മാർ പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം നിവൃത്തിയാകും. അതിനുവേണ്ടിയാണ് സ്വർഗം അവനെ കൈക്കൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ വീണ്ടും ഇതേക്കുറിച്ച് ഉള്ളതുകൊണ്ടും ഇന്ന് രാത്രിയിൽ തുറന്നത് സംബന്ധമായി സംസാരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടും ഞാൻ ഇന്നത്തെ ക്ലാസ്സിന് വിരാമം കൊടുക്കുകയാണ്. രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രത്യക്ഷപ്പെടുന്ന രണ്ടാമത്തെ വരവെങ്കിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമായ രൂപം, ഏകദേശ കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു സമ്പന്നമായിരിക്കുന്ന, ഒരു മോഡേണായിരിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നെങ്കിൽ ഇതൊക്കെ എല്ലാ മോഡേണിസവും എല്ലാം ഏത് നിമിഷവും തീരാനുള്ളതേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് രാത്രിയിൽ ഭയത്തോടെ ദൈവത്തിന് സ്തോത്രം കരയേറ്റാം. ദൈവത്തിന് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കായി നന്ദി കരയേറ്റാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന യാത്രാ സൗകര്യങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. ദൈവത്തോളം കർത്താവെ, നിർത്തൽ ചെയ്യാതെ ദൈവമേ ദിവസങ്ങൾ അതൊക്കെ ഞങ്ങൾക്ക് സുലഭമായി ലഭിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തെ ഓർപ്പിക്കുന്നവരെ നിങ്ങൾ മൗനമായിട്ടിരിക്കരുത്. നമുക്ക് ദിവസത്തിൽ ഓർപ്പിക്കാം. കർത്താവെ, ഞങ്ങളുടെ ഭവനങ്ങളിൽ ലഭിക്കുന്ന ഗ്യാസ്, വാഹനം ഓടാനുള്ളത്, കുഞ്ഞുങ്ങളുടെ ജോലികൾ, പഠനം, എല്ലാ കാര്യങ്ങളും നിശ്ചലമായി തീരാൻ സാധ്യതകളെ അറിയാം. ഞങ്ങൾ അഹങ്കരിക്കുന്നില്ല, താഴുന്നു. രാത്രിയിൽ താഴ്മയുള്ള ഹൃദയത്തോടെ നാം ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഗ്യാസ് ഓൺ ചെയ്യുമ്പോൾ പ്രാർത്ഥിച്ചോണം എത്ര ദിവസം കൂടി ഉണ്ടെന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് ദിവസങ്ങളിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പഴയതിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. നിശ്ചയമായിട്ട് അത് ഉണ്ടാകും. അത് കർത്താവ് രണ്ടാമത്തെ വരവിന് മുമ്പ് ലോകത്തിൽ ഉണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ കൃപായുഗത്തിൽ പ്രാർത്ഥിച്ച് കൃപ പ്രാപിച്ച് നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല കാര്യങ്ങളെ അതിൻ്റെ പ്രയോജനപ്പെടുന്ന രീതിയിൽ കർത്താവ് നമുക്ക് നൽകുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ യുവജനങ്ങൾ അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് സംശയത്തോടെ അല്ല ദൈവത്തോട് അടുക്കേണ്ടത്. നാം ഒരുപക്ഷെ സാധിക്കുകയില്ല എന്ന്, അങ്ങനെ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന വിഷയങ്ങൾ കാണുമായിരിക്കും. പക്ഷെ അതൊക്കെ സംഭവിക്കും എന്നുള്ളതിന് സംശയമില്ലാത്തവണ്ണം ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തെളിവ് തരുന്നതുകൊണ്ട് രാത്രി കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കർത്താവേ, ഞങ്ങളുടെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിവൃത്തിയാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മനുഷ്യൻ എത്ര ആധുനികതയിലേക്ക് പോയാലും ഒരു അധികം സമയം വേണ്ട പഴയതിലേക്ക് പോകുവാനായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അടിയങ്ങൾ അങ്ങ് തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കുമ്പോൾ അഹങ്കരിക്കാതെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷമുള്ളവരായി ജീവിപ്പാൻ, ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ, ഞങ്ങളുടെ കൃപയ്ക്കുള്ളായിരിക്കാൻ, അങ്ങനെ അനുസരിച്ച് പുത്രൻ്റെ നാമത്തിൽ ജീവിച്ച് വരവിന് വേണ്ടി ഒരുക്കപ്പെടുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം വെച്ചാൽ നാളെ കർമ്മോദയത്തെക്കുറിച്ചുള്ള ബാക്കി ഭാഗങ്ങൾ ചിന്തിക്കും. മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാൾ നടക്കുന്ന 7 സംഭവങ്ങളിലെ രണ്ടാമത്തെ സംഭവത്തിൻ്റെ പഠനമാണ് നമ്മൾ നടത്തി ഇന്ന് ഏകദേശം ഒരു ഭാഗം പൂർത്തീകരിക്കുന്നത്. ദൈവം വെച്ചാൽ നാളെ ബാക്കിയുള്ള കാര്യങ്ങളെ ചിന്തിക്കാം. ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.